പൊതുവെ നമ്മുടെ ഈ ചുറ്റും നിൽക്കുന്ന ആൾക്കാരിൽ മലയാളം ഇപ്പൊ കുറച്ച് വർഷമായിട്ട് അങ്ങനെ നല്ലതല്ല, അല്ലെങ്കിൽ മലയാളം എടുത്ത് നല്ലൊരു റാങ്കിലേക്ക് വരാൻ കഴിയില്ല എന്നൊക്കെ? എനിക്ക് ഭയങ്കര ഇമോഷണലാണ് മലയാളം. ടീച്ചർ എപ്പോഴും ക്ലാസ്സിൽ പറയും, സാറും പറയും നമ്മൾ ഹൃദയം കൊണ്ട് പഠിക്കണം. സാറ് ഖസാക്ക് പഠിക്കുമ്പോൾ ഞാൻ ഇന്ന് കരഞ്ഞിട്ടുണ്ട്. സ്ഫുടതാരകൾ ഗോരിരട്ടിലുണ്ട്, ഇടയിൽ ദ്വീപുകളുണ്ട് സിന്ധുവിൽ. അപ്പൊ ഇതുപോലെയായിരുന്നു എന്റെ ആദ്യത്തെ അറ്റംപ്റ്റ് കഴിഞ്ഞ് ഞാനിങ്ങനെ ഒരു കൂരിരുട്ടിലായിരുന്നു. അപ്പോഴാണ് മലയാളം ഓപ്ഷണലില് ആ ഒരു വെളിച്ചമായിട്ട് വന്നത്. എന്നോട് എന്റെ ഇന്റർവ്യൂല് മുഴുവൻ ഒരു സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ ചോദ്യം. കറുത്തമ്മയുടെയും പഴനയുടെയും അവരുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഞാൻ അതെല്ലാം വായിച്ച് കരഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളില് കുറെ നമ്മളെ ജീവിതം പഠിപ്പിക്കുകയാണ് മലയാളം ചെയ്യുന്നത്. ഹസ്ബൻഡ് ജോലിക്ക് പോകുമ്പോ ഞാൻ തനിച്ചാണല്ലോ വീട്ടില്. അപ്പൊ ഞാൻ ഹസ്ബൻഡിന്റെ അടുത്ത് ചോദിക്കും, ബക്കുനൻ താങ്കൾ പോയാൽ ഞാൻ എന്ത് ചെയ്യും? ശ്രീരാമൻ എന്നൊക്കെ പറഞ്ഞ മറ്റുള്ളവർ കാണുന്ന പോലെ ശ്രീരാമനെ കാണാൻ പറ്റത്തില്ല മലയാള ഓപ്ഷനിൽ എടുത്തു കഴിഞ്ഞാൽ. ആണായി ജനിച്ചു സ്നേഹിക്കാൻ ഒരു പെണ്ണ് വേണം. തകഴിയുടെ പഞ്ച് ഡയലോഗാണത്. അത്ര ബൈക്കുട്ടി ചെയ്തിട്ടുള്ളൂ അല്ലേ? നമസ്കാരം. ഈ വർഷത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ ഞങ്ങളുടെ മലയാളം ക്ലാസ്സിൽ നിന്ന് 16 പേരാണ് ഇന്റർവ്യൂവിന് യോഗ്യത നേടിയത്. അതിൽ 7 പേർക്ക് സർവീസിലെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 2 പേരായിട്ടുള്ള ഡോക്ടർ നജ്മയും ഗ്രീഷ്മയും ഇന്നൊരു പ്രത്യേക സാഹചര്യത്താൽ എത്തിച്ചേരാൻ പറ്റില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഇപ്പം നമ്മോടൊപ്പമുണ്ട്. നന്ദന GP, ലക്ഷ്മിപ്രിയ, ദേവിക പ്രിയദർശിനി, ആദർശ്, ഗംഗ. അപ്പൊ ഇവരെല്ലാവരും നമ്മളോടൊപ്പം ഇന്ന് കുറച്ച് സമയം ചെലവിടാമെന്ന് കരുതിയാണ് ഇരിക്കുക. ഒരു വലിയ യാത്രയുടെ നിശ്ചയദാർഢ്യത്തിന്റെ കഷ്ടപ്പാടിന്റെ അല്ലെ കുറെ സംഘർഷങ്ങളുടെ ഒക്കെ മധുരതരമായ ഒരു ഫലമാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് പങ്കിടുന്നത്. അപ്പൊ അതോടൊപ്പം ഇനി മലയാളവുമായിട്ട് ബന്ധപ്പെട്ട് മലയാളം എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒപ്പം ഈ മേഖലയിൽ നിൽക്കുന്ന ഞങ്ങൾക്കും ഇവരുടെ വിലയേറിയ വാക്കുകൾ ഒന്ന് പങ്കിടാമെന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മളിങ്ങനെ ഒത്തുകൂടിയത്. എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ടീച്ചർ പറഞ്ഞതുപോലെ നമുക്ക് ഔപചാരികമായ ഒരു സംഭാഷണത്തിനല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് മലയാള ഐച്ഛിക വിഷയമായി എടുത്ത് ഉന്നത വിജയം കരസ്ഥമാക്കിയ നിങ്ങളുടെ സംഭാഷണം കേൾക്കാൻ, അതിനെ പിന്തുടരാൻ ഒരുപറ്റം വിദ്യാർത്ഥി സമൂഹം നമുക്ക് മുന്നിലുണ്ട്. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾക്ക് നിങ്ങളുടെ പല കാര്യങ്ങളും അറിയാനുണ്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊരു ഔപചാരികമായ ഒരു ചർച്ചയാണെന്ന് ആരും വിചാരിക്കണ്ട. നമുക്ക് കാഷ്വലി അങ്ങ് സംസാരിക്കാവുന്നതേ ഉള്ളൂ. ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കട്ടെ. നമ്മളിപ്പോ ഓപ്ഷന്റെ കാര്യത്തിൽ പല ചോയ്സ് ഉണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് നമ്മുടെ മാതൃഭാഷയാണ്. അപ്പൊ മലയാളം തിരഞ്ഞെടുക്കാം എന്ന് തീരുമാനിക്കുമ്പോൾ നമ്മുടെ മാതൃഭാഷയാണ് എന്ന ഒരു ഘടകം, നമുക്ക് ചിരപരിചിതമായ വാക്കുകൾ, ചിരപരിചിതമായ ലോകം, നമ്മുടെ അമ്മിഞ്ഞപ്പാലിനോടൊപ്പമുള്ള വാക്കാണല്ലോ നമ്മുടെ മാതൃഭാഷ. അപ്പൊ അത് പ്രത്യേകമായ ഒരു ആത്മവിശ്വാസം തന്നിരുന്നോ? തീർച്ചയായിട്ടും. എന്നെ സംബന്ധിച്ച് ഞാൻ ഓപ്ഷനിൽ ചൂസ് ചെയ്യുമ്പോൾ എന്റെ അടുത്ത് 2 ചോയ്സാണ് ഉണ്ടായിരുന്നത്. എന്റെ ഗ്രാജുവേഷൻ സബ്ജക്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ്, പിന്നീടുള്ളത് മലയാളം എനിക്ക് താല്പര്യമുള്ള വിഷയമാണ്. അപ്പൊ ഞാൻ 2 ഓപ്ഷണൽ സബ്ജക്റ്റുകളുടെയും സാധ്യതകളെ കുറിച്ച് പഠിച്ചിരുന്നു. അപ്പൊ ഇംഗ്ലീഷ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മലയാളത്തിന് ക്ലാസ്സസ് അവൈലബിൾ ആണ്, ടെസ്റ്റ് അവൈലബിൾ ആണ്, ഒരു ലേണിംഗ് എക്കോസിസ്റ്റം അവൈലബിൾ ആണ്. അങ്ങനെ എല്ലാ സപ്പോർട്ടും മലയാളത്തിന് അവൈലബിൾ ആണ്. ഒപ്പം എനിക്ക് വളരെ വായിക്കാൻ വളരെ ഇഷ്ടമുള്ള, എനിക്ക് വളരെ താല്പര്യമുള്ള ഒരു വിഷയം കൂടിയാണ് മലയാളം. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് പരിഗണിച്ചപ്പോഴാണ് അതെല്ലാം വന്നു നിൽക്കുന്നത് മലയാളത്തിലായപ്പോഴാണ് മലയാളം എടുക്കുന്നത്. ലക്ഷ്മിപ്രിയ? അത് സാർ, ഞാൻ സ്കൂളിലൊക്കെ മലയാളം ക്ലബ്ബുകളിലൊക്കെ കുറെ ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ അങ്ങനെ മലയാളത്തോടൊരു വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഒക്കെ കവിതാ രചന അങ്ങനത്തെ ചെറിയ ക്ലാസ്സുകളിൽ അങ്ങനത്തെ ചില ഇൻട്രസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നൊരു ആത്മവിശ്വാസം ഉണ്ട്. പിന്നെ നമ്മൾ സിലബസ് കാണുമ്പോൾ അതില് വളരെയധികം ഇഷ്ടപ്പെട്ട കൃതികളെയാണ് സിലബസിൽ കാണുന്നത്. പേപ്പർ 2 പ്രത്യേകിച്ച് നമുക്ക് പരിചയമുണ്ടെന്ന് തോന്നി. അത് തീർച്ചയായിട്ടും ഒരു ആത്മവിശ്വാസം കൂട്ടിയിട്ടുണ്ട്. ടീച്ചർ എപ്പോഴും ക്ലാസ്സിൽ പറയും, സാറും പറയും നമ്മൾ ഹൃദയം കൊണ്ട് പഠിക്കണം. അപ്പൊ സിലബസ് വായിച്ചപ്പോ ഹൃദയത്തോട് ഭയങ്കര ചേർന്ന് നിൽക്കുന്ന കുറെ കൃതികളുണ്ട്. പിന്നെ നമ്മൾ അറിയാൻ ആഗ്രഹിച്ച മലയാളത്തിന്റെ ചരിത്രമൊക്കെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പഠിക്കാനുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. പിന്നെ ഹൃദയം കൊണ്ട് പഠിക്കാനൊരു പൊടി, അതൊക്കെ കൊണ്ടാണ് മലയാളം എടുത്തത്. മലയാളം വായിക്കാൻ ചെറുപ്പം മുതലേ ഇഷ്ടമായിരുന്നു. എന്നാലും ഒരു ഓപ്ഷണൽ സബ്ജക്ട് തിരഞ്ഞെടുക്കുമ്പോൾ അതിനുള്ളൊരു മറ്റ് ഘടകങ്ങൾ കൂടെ നോക്കണമല്ലോ. അപ്പം പഠിപ്പിക്കാനുള്ള അധ്യാപകരും ടെസ്റ്റ് സീരീസിന്റെ അവൈലബിലിറ്റി, അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് വായിച്ചപ്പോ മലയാളം നമ്മുടെ നാട്ടിൽ നിന്ന് പഠിക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണെന്ന് മനസ്സിലായി. അത് തന്നെയാണ് മലയാളത്തിലേക്ക് എത്തിയത്. കോൺഫിഡൻസ് ഉണ്ട് നമുക്ക് കേറാം എന്ന് തോന്നി. സാർ, എനിക്ക് മലയാളത്തിനോട് ചെറുപ്പം മുതലുള്ള ഒരു ഇഷ്ടമുണ്ട്. പിന്നെ ഞാൻ സിവിൽ സർവീസിന് ഇവിടെ വന്ന് പഠിച്ചു തുടങ്ങുമ്പോഴാണ് ഞാൻ സിലബസ് നോക്കുന്നത് തന്നെ. അതിനു മുമ്പ് ഞാൻ സിവിൽ സർവീസിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഇപ്പൊ GS 1 സിലബസ് നോക്കുന്നു, 2, 3, 4 ഒക്കെ നോക്കി 4 എത്തിക്സ് നോക്കുമ്പോഴും നമുക്ക് ഒട്ടും പരിചയമില്ല, ഒന്നും തോന്നുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് മലയാളത്തിന്റെ സിലബസ് എടുത്ത് നോക്കുന്നത്. പേപ്പർ 1
നമുക്കങ്ങനെ വലിയ പരിചയമില്ലെങ്കിലും പേപ്പർ 2 നോക്കുമ്പോ ഇന്ദുലേഖ, ചെമ്മീൻ, ഖസാക്കിന്റെ ഇതിഹാസം, അപ്പൊ ഞാൻ അത് ഒരു ഞെട്ടിപ്പോണെ, ഇതൊക്കെ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ഇതൊക്കെ പഠിച്ചെഴുതിയാൽ നമുക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടല്ലോ എന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, മലയാളം തന്നെ എടുക്കുകയാണ്. അത് നമ്മുടെ മാതൃഭാഷ എന്ന രീതിയിലുള്ള കാര്യങ്ങളും മലയാളത്തിന്റെ ആ ഒരു സൗന്ദര്യമൊക്കെ പറഞ്ഞുകൂടെയാണ് കുറച്ചുകൂടി കടന്നാലേ. ഞാനിപ്പോ ഓർക്കുകയാണ്, ദേവിക പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ക്ലാസ് നമ്മളിപ്പോ സീതയൊക്കെ പഠിപ്പിക്കുമ്പോൾ സീതയുടെ പ്രശ്നങ്ങളാണ് നമ്മൾ പറയുന്നതെങ്കിലും അവസാനം ഞാൻ പറയും, കണ്ടോ എല്ലാവർക്കും ഇങ്ങനെയാണ്, നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ, അല്ലെങ്കിൽ പ്രിൻസിന്റെ കാര്യം ഓർത്ത് ടെൻഷൻ ആവണ്ടെന്നൊക്കെ ചിലപ്പം ആനുഷംഗികമായിട്ടങ്ങ് പറയും, ലീലാനിലകാരനെ പോലെ അല്ലേ. അപ്പൊ അങ്ങനെ എന്ന് ഞാൻ പറയുന്നുണ്ടോ അത് ക്ലാസ് കഴിഞ്ഞ് ഉടനെ ദേവിയെ മെസ്സേജ് ടീച്ചർ ഇന്ന് പറഞ്ഞത് നന്നായി. അപ്പൊ ഇത്രയും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ് മലയാളം നിൽക്കുന്നത് അല്ലെ, സാഹിത്യം നിൽക്കുന്നത്. അതെങ്ങനെ തോന്നുന്നു ദേവിക്ക്? ടീച്ചർ ഇപ്പൊ എന്റെ പ്രിപ്പറേഷൻ ടൈം ആലോചിക്കുകയാണെങ്കിൽ ഞാൻ PCM കോഴ്സ് പഠിക്കുമ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ട് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി ഒരു 9 മണി ശേഷമുള്ള സമയമാണ് ഞാൻ മലയാളം പഠിക്കാറുള്ളത്. അപ്പൊ ഈ പഠിച്ച് തളരും. പക്ഷെ മലയാളം എടുക്കുമ്പോൾ ഭയങ്കര ഒരു ഉന്മേഷമാണ് പഠിക്കാൻ. പിന്നെ അതുകൂടാതെ ജീവിതമായിട്ട് ഭയങ്കര കണക്ഷനാണ് മലയാളം ലിറ്ററേച്ചറിൽ. ഓരോ കവിതകളുടെ വരികളും. ഞാൻ സാറിന് ഓൺലൈനായിട്ടാണ് മൈൻസിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തത്. സാർ ഖസാക്ക് പഠിക്കുമ്പോൾ ഞാൻ ഇന്ന് കരഞ്ഞിട്ടുണ്ട്. എനിക്ക് അത്രയ്ക്ക് ഫീൽ ആയിട്ടുണ്ട് ഖസാക്കിലെ കാര്യങ്ങൾ. പിന്നെ അതുപോലെ ജീവിതത്തിൽ ഭയങ്കര തമാശയാണ്. ഞാൻ എന്റെ അടുത്ത് ഇപ്പൊ ആരെങ്കിലും വീട്ടിൽ പോകുന്നില്ലേ എന്ന് വെക്കുമ്പോൾ ഞാൻ തിരിച്ചു പറയും, പോവാൻ വീടില്ല മാധവൻ. പിന്നെ ഇതുപോലെ മെയിൻസ് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിന്റെ അടുത്ത് പോയിരുന്നു. അപ്പൊ ഹസ്ബൻഡ് ജോലിക്ക് പോകുമ്പോ ഞാൻ തനിച്ചാണല്ലോ വീട്ടില്. അപ്പൊ ഞാൻ ഹസ്ബൻഡിന്റെ അടുത്ത് ചോദിക്കും, ബക്കുനിൻ താങ്കൾ പോയാൽ ഞാൻ എന്ത് ചെയ്യും? ഈ 3 അത്രയ്ക്ക് ലൈഫായിട്ട് കണക്ട് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇമോഷണലാണ് മലയാളം. ഞാൻ ഒരു കാര്യം കൂടി സന്ദർഭമായിട്ട് പറയട്ടെ. നമ്മുടെ ഇടയ്ക്ക് രാത്രിയിൽ ക്ലാസ് വെച്ചപ്പോ ഇവര് കഥ കേട്ട് ഉറങ്ങട്ടെ എന്നായിരുന്നു എന്റെ ലക്ഷ്യം. ഒപ്പം ഭാരതപുരം പഠിക്കുകയും ചെയ്യല്ലോ. അപ്പൊ അതിൽ അതൊരു പ്രശ്നമല്ല, എന്നാലും കുറച്ചു പേർക്ക് അത് മടുക്കുന്ന രീതിയിലൊക്കെ ഒന്ന് പറഞ്ഞു. അപ്പൊ അതിന് മറുപടി ഏറ്റവും ശക്തമായിട്ട് തന്ന ദേവികയാണ്. ടീച്ചർ 5 മണി തൊട്ട് 9 മണി വരെ GS-ന്റെ ക്ലാസ് ആണ്. ഇത് കഴിയുമ്പോൾ എത്ര ആശ്വാസകരമായിട്ട് ആണ് ഞങ്ങൾ ഭാരതപുരം കേൾക്കുക. നേഷ്യ ബലസേതി ചരിയും കിടന്നു അല്ലെ. അത് അത്രയും ഇതായിട്ട് ദേവി അതാണ് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചെന്ന് തോന്നുന്നു, ചാറ്റ് ചെയ്തെന്ന് തോന്നുന്നു. അപ്പൊ പറഞ്ഞത് ശരിയാണ്, നമുക്കത് നമ്മുടെ ഭാഷയുടെ ശക്തിയാണ് അല്ലെ, സാഹിത്യത്തിന്റെ പവറാണത്. തീർച്ചയായിട്ടും ഒരു ഓപ്ഷൻ സബ്ജക്റ്റിന് അപ്പുറം നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് ഇറങ്ങുന്നു എന്നുള്ളതാണ് ഇതിന്റെ സൗന്ദര്യം. അതേപോലെ സീത പഠിപ്പിച്ചപ്പോ ഒരു വരിയില്ലേ, സ്ഫുടതാരകൾ ഗോരിട്ടിലുണ്ട്, ഇടയിൽ ദ്വീപുകളുണ്ട് സിന്ധുവിൽ. അപ്പൊ ഇതുപോലെയായിരുന്നു എന്റെ ആദ്യത്തെ അറ്റംപ്റ്റ് കഴിഞ്ഞ് ഞാനിങ്ങനെ ഒരു കൂരിരുട്ടിലായിരുന്നു. അപ്പോഴാണ് മലയാളം ഓപ്ഷണലില് ആ ഒരു വെളിച്ചമായിട്ട് വന്നത്. വളരെ ആ ഒരു ഓപ്ഷണൽ എന്ന ബലമാണ് GS നന്നായിട്ട് പഠിക്കാനും പ്രിലിംസ് തന്നെ നല്ല കോൺഫിഡൻസ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ തോന്നിയത്. അതെ, എനിക്കും സെയിം അനുഭവം തന്നെയാണുള്ളത്. കാരണം ഞാൻ ടീച്ചറിന്റെ അടുത്തേക്ക് വരുന്നത് എന്റെ ആദ്യത്തെ പ്രിലിംസ് ഫെയിലിയറിന് ശേഷമാണ്. അപ്പോ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് നോക്കാൻ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. എല്ലാം തോറ്റുപോയി എന്നുള്ളൊരു ഘട്ടത്തിലാണ് ഞാൻ വരുന്നത്. അപ്പോ ടീച്ചർ ഇങ്ങനെ പറയും, കുഴപ്പമില്ല, നദിയുടെ ഇടയ്ക്ക് ദ്വീപ് വരും, ആദർശ് പറഞ്ഞ വരി പോലെ. അതുപോലെ ഒരു കൈ കൊണ്ട് തല്ലുമ്പോ മറു കൈ കൊണ്ട് തലോടാൻ വിധി തിരിച്ചു വരും. അതൊക്കെ സീത ഒക്കെ പഠിപ്പിക്കുമ്പോ അതൊക്കെ കേൾക്കുമ്പോ കുറച്ചൊരു ആശ്വാസമായിരുന്നു. അതെ, ഇവിടെ നമുക്ക് നായികമാര് ആശാൻ അഭിമാനിക്കുന്നുണ്ടാവും അല്ലെ. തീർച്ചയായിട്ടും ആ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് ഇതൊക്കെ. ശരിയല്ലേ, നമ്മളെ പഠിച്ചത് തന്നെയാണ്. അതെ, ഉയർത്തെഴുന്നേറ്റ് നമ്മൾ നിൽക്കുമ്പോഴും ഞാൻ ഒരു ദിവസം ഒത്തിരി സന്തോഷം വന്നപ്പോഴേ റിസൾട്ടിന് ശേഷം ഞാൻ വീണപ്പൂവിനെ കുറിച്ചൊന്ന് ആലോചിക്കും. അപ്പൊ നമ്മൾ ഒന്ന് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതും കടന്നു പോകുമെന്ന് ചിന്തിച്ച് നമ്മളറിയാൻ നമ്മളിലേക്ക് കിടക്കുകയാണ്. അപ്പൊ ലിറ്ററേച്ചർ പരീക്ഷയുടെ സമയത്ത് മാത്രല്ല, മലയാളം നമ്മുടെ കൂടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട്. ആ പുഷ്പത്തിന്റെ കാര്യം ഇതൊക്കെ ആലോചിക്കുമ്പോ നമുക്ക് കുറച്ചൊന്ന് തന്നെ വന്നോളൂ. സാഹിത്യം പഠിക്കുന്നത് കൊണ്ട് ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുമ്പോഴാണെങ്കിലും UPSC ഇന്റർവ്യൂവിന് പോകുമ്പോഴാണെങ്കിലും ഈ സാഹിത്യവും അഡ്മിനിസ്ട്രേഷനും തമ്മിൽ എങ്ങനെ ബന്ധപ്പെടുത്താം? നമുക്ക് NS മാധവന്റെ വിലാപങ്ങൾ എന്ന് പറഞ്ഞൊരു ചെറുകഥ തന്നെ നമുക്ക് പഠിക്കാനുണ്ടല്ലോ. അതിനകത്ത് ആകാശ കാഴ്ചകൾ അധിഷ്ഠിതമായ ഭരണകൂടം ആകാശ കാഴ്ചകളിൽ അഭിരമിക്കുമ്പോൾ അല്ലെ, അങ്ങനെയാണ് പറയുന്നത്. അതുപോലെ മുർദാബാദ് എന്ന് പറഞ്ഞ ഒരു ചുവരുകൾ അത് അതേപടി ബുൾഡോസർ വെച്ച് ഇടിച്ച് തകർക്കുന്ന ഇങ്ങനത്തെ പാഠങ്ങൾ നമുക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് തന്നെ. അതുപോലെ തന്നെയാണ് ഇപ്പം ഈ പറയുന്നത് നമ്മൾ വൻമരങ്ങൾ വീഴുമ്പോൾ ആ ഒരു കലാപം എങ്ങനെയാണ് സമൂഹത്തില് ഭിന്നിപ്പുണ്ടാക്കുന്നത്, ഒരു സംഭവം എങ്ങനെയാണ് ഭിന്നിപ്പുണ്ടാകുന്നത്, എത്ര പെട്ടെന്നാണ്
ഒറ്റ രാത്രി കൊണ്ട് ഇരുട്ടി വെളുക്കുമ്പോഴത്തേക്കും മനുഷ്യര് കൊല്ലപ്പെടുന്നു. അതുപോലെ സാഹിത്യത്തില് അതായത് നമ്മളുടെ ഒരു പത്രമാധ്യമങ്ങളോ ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാത്ത പല ഒരേ ഒരു ഇൻസിഡന്റിന്റെ മറ്റൊരു വശം നമ്മൾ സാഹിത്യത്തിൽ നിന്ന് കാണും. അത് സാഹിത്യകാരന്മാർക്ക് മാത്രം ആവിഷ്കരിക്കാൻ പറ്റുന്ന അവരുടെ ഒരു സ്വാതന്ത്ര്യത്തിൽ നിന്ന് വരുന്ന ഒരു എഴുത്താണ്. അപ്പൊ അത്തരം അതൊക്കെ നമുക്ക് പഠിക്കാനുള്ളത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് സാഹിത്യം ഓരോ കാലഘട്ടത്തിന്റെയും കഥയാണ്. അപ്പം ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെയും അവരുടെ ജീവിത സാഹചര്യങ്ങളുടെയും കഥ കൂടിയാണ്. അപ്പൊ നമ്മളൊരു നല്ല സാഹിത്യകൃതി വായിക്കുമ്പോൾ ഒരു കാലഘട്ടത്തെ മനസ്സിലാക്കാനും ഒരു ദേശത്തെ മനസ്സിലാക്കാനും സാധിക്കും. അപ്പൊ അത് തന്നെയാണ് ഒരു നല്ല അഡ്മിനിസ്ട്രേറ്റർക്ക് ആവശ്യം. അപ്പൊ ആ ഒരു പ്രദേശത്തെക്കുറിച്ചും ആ നാട്ടില് നടന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും ഇനി എന്തൊക്കെ നടക്കാമെന്ന് നമുക്ക് അതിനനുസരിച്ച് തീരുമാനം എടുക്കാനും സാധിക്കുന്നത് സാഹിത്യ കൃതികൾ വായിക്കുന്നതോട് തന്നെയായിരിക്കും. മാത്രമല്ല നമ്മൾ ഒത്തിരി ജീവിതങ്ങളെ കാണുന്നുണ്ട്. എത്ര കഥാപാത്രങ്ങളെയാണ് കാണുന്നത്. NS മാധവന്റെ 4 ലോകം തൊട്ട് പിന്നെ അങ്ങോട്ട് ഖസാക്കിലെ അവിടുത്തെ ജനങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങളും നമ്മുടെ പ്രശ്നങ്ങൾ കൂടിയാണ്. പിന്നെ കറുത്തമ്മയുടെയും പഴനയുടെയും അവരുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഞാൻ അതെല്ലാം വായിച്ച് കരഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളില് ഈ എമ്പതിയും ഒരു ഓപ്ഷൻ കൊണ്ട് കുറെ നമ്മളെ ജീവിതം പഠിപ്പിക്കുകയാണ് മലയാളം ചെയ്യുന്നത്. അത് നമുക്ക് ഈ വരുന്ന കുട്ടികൾ ഇനിയിപ്പോ മലയാളം എടുക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു മെസ്സേജ് നല്ലതാവുമെന്ന് നമുക്ക് കരുതാം. ഇന്നത്തെ സമൂഹം എന്താ ഇന്നിങ്ങനെ എന്ന് നമുക്ക് ഇപ്പൊ മലയാളം ഓപ്ഷനിലെ ചില ബുക്സ് വായിക്കുമ്പോ ഇപ്പൊ MTയുടെ ബുക്ക് വായിക്കുമ്പോ പിന്നെ ഈവൻ ഇന്ദുലേഖ വായിക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ എന്തുകൊണ്ടാണ് ഇന്നിങ്ങനെ അന്ന് എങ്ങനെ ആയിരുന്നു. അന്ന് സൊസൈറ്റി അല്ലെങ്കിൽ ഹിസ്റ്ററി പഠിക്കുന്നതിലും കുറച്ചുകൂടെ നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന തരത്തില് വീട്ടിൽ പെട്ടെന്ന് കണ്ണീരിങ്ങരാമെന്നൊരു ആത്മകഥ വായിക്കുമ്പോൾ ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ഒരു ചരിത്രത്തിൽ ഒരു 19ാം നൂറ്റാണ്ടിലും 20ാം നൂറ്റാണ്ടിലും കേരള സമൂഹം എങ്ങനെ ജീവിച്ചിരുന്നു എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇപ്പം നക്ഷത്രങ്ങളുടെ സ്നേഹവാചനം ചങ്ങമ്പുഴയെ നമ്മൾ വിചാരിച്ചതിലൊക്കെ എത്ര ആഴത്തിലാണ്. അതായത് ഈ UPSCD സിലബസിലെ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് സെലക്ഷൻ തന്നെ ഒരു ഭയങ്കര അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാ തരത്തിലും. കാരണം പല മേഖലകളിൽ നിന്നുള്ള പലരെ പറ്റിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ പല ജീവിത സാഹചര്യത്തിൽ നിന്നുള്ള കഥാപാത്രങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. കറുത്തമ്മയും പരിയക്കുട്ടിയും വളരെ താഴേക്കിടയിലുള്ള ഒരു സമൂഹത്തെ പ്രതിദാനം ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ദുലേഖയിലെ സൂര്യ നമ്പൂതിരി വലിയ ആഠ്യത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയുള്ളൊരു നമ്മുടെ സമൂഹത്തിൽ തന്നെയുള്ള ഡിവിഷൻസ് അതെല്ലാം സാഹിത്യത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സിലബസിൽ ഓരോ ടോപ്പിക്കും അല്ലെങ്കിൽ ലെസൺസ് അത് എടുത്തിരിക്കുന്നത് നമ്മളുടെ വ്യക്തിത്വം രൂപീകരിക്കപ്പെടുന്ന രീതിയിലാണ്. നക്ഷത്രങ്ങളുടെ സ്നേഹവാചനം, കണ്ണീരും കിനാവും, ഇതെല്ലാം നമ്മുടെ ഉള്ളിലൂടെ നമ്മുടെ സ്വന്തം സ്വത്വത്തെ കണ്ടെത്തുന്ന പോലെ ഒരു യാത്ര ചെയ്യലും കൂടിയാണ്. ആ ഒരു കാര്യം നമ്മളൊരു അഡ്മിനിസ്ട്രേറ്റർ ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സ് തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എങ്ങനെ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ, ഈ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണല്ലോ, അവരുടെ മാനസിക വ്യാപാരങ്ങൾ, അവരുടെ ജീവിതം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമാണ്. ഇപ്പൊ നാളെ ഏതെങ്കിലും ഒരു നാട്ടിൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ചെല്ലുമ്പോൾ ആ നാടിന്റെ സ്പന്ദനം ഏറ്റവും പെട്ടെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് ആ നാട്ടിലെ സാഹിത്യകൃതികൾ ഒറ്റയടിക്ക് വായിച്ചാൽ മതി. വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ 60കളിൽ നമ്മളെങ്ങനെ സഞ്ചരിച്ചു, നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി എങ്ങനെയായിരുന്നു, 60കളിൽ യുദ്ധവും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ഒക്കെ സൃഷ്ടിച്ച ഒരു വേദന, ഇന്ത്യൻ സമൂഹത്തെ പൊതുവിൽ ബാധിച്ചിരുന്ന ആ ഒരു വ്യഥ എങ്ങനെയാണ് ഖസാക്കിന്റെ ഇതിഹാസത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഈ 2000 ഇനി നിങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ കണ്ടുമുട്ടാൻ പോകുന്ന സൊസൈറ്റി എങ്ങനെയായിരുന്നു എന്ന് തിരിച്ചറിയാൻ എന്തായാലും അവിടുത്തെ സാഹിത്യകൃതികൾ വായിച്ചാൽ മതി. വിശിഷ്യ എന്താണ് സാഹിത്യ പഠനം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്ന ആ ഒരു സാധ്യത ഉണ്ടെന്ന് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സാധാരണ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു, ഉത്തരം എഴുതി കഴിഞ്ഞു. ഇപ്പോഴും അതേപോലെ മതം വിശ്വാസം ഇതിനെ പറ്റിയിട്ടുള്ള എന്റെ കാഴ്ചപ്പാട് മാറിയിട്ടുണ്ട്. മനുഷ്യനുള്ള സ്നേഹം തന്നെയാണ് അല്ലെ. ശ്രീരാമൻ എന്നൊക്കെ പറഞ്ഞ മറ്റുള്ളവർ കാണുന്ന പോലെ ശ്രീരാമനെ കാണാൻ പറ്റത്തില്ല മലയാള ഓപ്ഷനിൽ എടുത്തു കഴിഞ്ഞാൽ. 18ാം അധ്യായത്തില് മാധവൻ പറയുന്നുണ്ടല്ലോ, ചന്ദനവും ഭസ്മവും അമ്പലവും ഈശ്വരനും തമ്മിലുള്ള സംബന്ധം എന്താണെന്ന് ഞാൻ അറിയുന്നില്ല. ആ മതത്തെ പറ്റി വിശ്വാസങ്ങളെ പറ്റിയൊക്കെ മൊത്തത്തിലൊരു മാറി, എനിക്ക് മാറി, എല്ലാവർക്കും മാറി.
വിശ്വാസം ഇല്ലാതായെന്നല്ല. മനസ്സിലായി. അതെ. തിരിച്ചറിവായി. അതാണ് അതെ. നമ്മൾ പെട്ടെന്ന് അതായത് അത് ശരിക്കും പറഞ്ഞാൽ 19ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകങ്ങളിൽ എഴുതിയ ഒരു കൃതി, ഒരു ബൗദ്ധികമായ ഒരു 1075 ഇപ്പൊ എത്ര വർഷം 130 വർഷങ്ങൾക്ക് ഇപ്പുറം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ബൗദ്ധികമായ മാറ്റത്തിന് വഴി തെളിച്ചു എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരിയല്ലേ? നമ്മൾ ജനിച്ചത് ചേറെ നമ്മൾ താമസിച്ചു അത് എങ്കിലും നമ്മളിത് ഈ ഇന്ദുലേഖ പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെടണം നടത്താൻ പറ്റില്ലല്ലോ. ഇല്ല ഇല്ല. ശരിയല്ലേ? ഭാരത പര്യടനം കൃതി വായിച്ചാലും തന്നെ നമ്മൾ ഈശ്വരന്മാരായിട്ട് മാത്രം കണ്ടിരുന്ന ആളുകളെ പെട്ടെന്ന് മനുഷ്യനായിട്ട് നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഓരോ കഥാപാത്രത്തിനും അവരുടേതായിട്ടുള്ള പാകപ്പിഴകൾ അവർ എടുത്തു കാണിക്കുന്നുണ്ട്. മനുഷ്യനാണ്. അത് മനുഷ്യകഥയാണെന്ന് നമ്മള് കൃത്യമായിട്ട് തിരിച്ചറിയുന്ന. അതുപോലെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ ചെമ്മീനാണെങ്കിൽ പോലും ചെമ്മീനിലാണെങ്കിലും എന്താണ് ഒരു ആണായി ജനിച്ചു സ്നേഹിക്കാൻ ഒരു പെണ്ണ് വേണം. തകഴിയുടെ പഞ്ച് ഡയലോഗാണത്. അത്ര പൈക്കുട്ടി ചെയ്തിട്ടുള്ളൂ അല്ലെ? സ്നേഹിച്ചത് 4 വേദക്കാരി അല്ല അരേ സ്ത്രീയായ കർത്തമ്മയായി പോയി. അയാൾ അനുഭവിക്കുന്ന പ്രശ്നം അതാണ്. ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഈ പ്രശ്നമുണ്ട്. ഒരു പെണ്ണായി ജനിച്ച് സ്നേഹിക്കാൻ ഒരാണ് വേണം, അതിന്റെ മറുവശം അതാണല്ലോ. അല്ലെങ്കിൽ ഒരാണായി ജനിച്ച് സ്നേഹിക്കാൻ ഒരു പെണ്ണ് വേണം. ഇപ്പൊ നമ്മുടെ സമൂഹം നിങ്ങൾ സ്നേഹിച്ചോ പ്രശ്നമില്ല, അത് ഇന്നതായിരിക്കണം. നിങ്ങൾക്ക് സ്നേഹിക്കാനുള്ള സാധ്യതയുണ്ട്, പക്ഷെ അത് എവിടെയാണ്? അത് ഇന്നതിലായിരിക്കും. ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഈ തിരിച്ചറിവ്. ഇടയ്ക്ക് പറയാറില്ല ഇങ്ങനെ ഒരു പൂ മാത്രം ചോദിച്ചു ഒരു പൂക്കാലം പനിക്കുട്ടി കൊടുത്തു, ഒരു കുറച്ച് ചോദിച്ചു ഒരു പൂ കഴിച്ചു പരിക്കുട്ടി ഒരു പൂക്കാലം കൊടുത്തു. അല്ല ഇത് ഞാൻ പറയാം, നിത്യജീവിതത്തിൽ നമുക്ക് ബന്ധപ്പെടുത്തി ശരിക്കും ചിന്തിച്ച് നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് കൊണ്ടുവരാൻ ഒരു ഞാനിത് പറയാം. മുമ്പ് ഈ പ്രാവശ്യം സർവീസ് കിട്ടിയ ഒരാളാണ്, പേര് ഞാൻ പറയില്ല. ഞാനിപ്പോഴും ക്ലാസ്സിൽ പറയാറുണ്ടായിരുന്നു, നിങ്ങൾ എപ്പോഴും ഈ പരിക്കുട്ടി പാടുന്ന പാട്ട് ഓർത്തോണം. പണ്ടൊരു മുക്കുവൻ മുത്തിന് പോയി അരയത്തി പെണ്ണ് പിഴച്ചു പോയി, അവളെ കടലമ്മ കൊണ്ടുപോയി. അപ്പൊ ഈ പാട്ട് നിങ്ങൾ മനസ്സിൽ ഓർത്തോണം, കാരണം ഈ പരിക്കുട്ടിയുടെ പാട്ട് ഇതാണ്. അങ്ങനെ ആൻസർ ടെസ്റ്റ് ചെയ്ത ഫുൾ ടെസ്റ്റില് ഒരാള് പണ്ടൊരു മുക്കുവൻ മുക്കിന് പോയി മുത്തിന് പോയി ആ പാട്ട് അതേപടി എഴുതി കൊണ്ടുവന്നു. ഞാൻ മാർക്ക് കിട്ടുകൊടുത്തു. ഏതായാലും അന്ന് ആ പരീക്ഷയ്ക്ക് 272 മാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ എഴുതരുതെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞത് അത്രമാത്രം നമുക്ക് എന്താണ് ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് മലയാളം ഓപ്ഷണൽ. ഓപ്ഷനിനകത്ത് ഇതിൽ മാത്രം കിട്ടുന്ന ഒരു സൗകര്യമാണ്. ഇതല്ല ഇങ്ങനെ ചിന്തിക്കാൻ നമ്മളാക്കുന്നു, നമ്മളെ സ്വതന്ത്രരാക്കുന്നു, നമ്മളെ മനുഷ്യസ്നേഹികളാക്കുന്നു, മനുഷ്യസ്നേഹം ദൈവമാണ് ആ കൺസെപ്റ്റിലേക്ക് മാറ്റുന്നു. മാനവികതയുടെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് ഉള്ളൂരിന്റെ ഒരു വരിയാണ് ഓർമ്മ വരുന്നത്. നമ്മുടെ നമിക്കലുയരാം നടുകിൽ തിന്നാം നടുകിൽ തിന്നാം നൽകുകിൽ നേടിടാം നമുക്ക് നാമേ പണിവതുമാകും നരകവും അതുപോലെ. ഈ വരികൾ ഞാൻ ഇടയ്ക്കൊരു ചടങ്ങിന് പോയിരുന്നു. അപ്പൊ എന്റെ അടുത്ത് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ മനസ്സിൽ വന്ന് ഈ ഒരു കാര്യമേ ഉള്ളൂ. അത് മലയാള സാഹിത്യം പഠിച്ചതുകൊണ്ട് എനിക്ക് കിട്ടിയതാണ്. ഈ ഒരു മാനവികതയുടെ ആശയം തന്നെയാണ് ഏതൊരു വ്യക്തിക്കും കൊടുക്കാനുള്ള ഏറ്റവും നല്ല സന്ദേശം. എന്റെ ശരിക്കുള്ള UPSC ഇന്റർവ്യൂവിൽ എന്നോട് ചോദിച്ചിരുന്നു ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കവി ആരാണ്. അപ്പോ ഞാനൊന്ന് ONV കുറുപ്പ് എന്നാണ് പറഞ്ഞത്. അപ്പോ എന്റെ ബോർഡ് ചെയർമാൻ ആയിരുന്നത് ശീൽവർദ്ധൻ സിംഗ് സാറാണ്. സാറും ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ്. അപ്പോ സാറ് എന്നോട് ചോദിച്ചു വൈ എന്തുകൊണ്ടാണ് ONV ഇഷ്ടം. അപ്പൊ ഞാൻ ഒന്ന് പറഞ്ഞത് എന്റെ അമ്മ ചെറുപ്പം തൊട്ട് ONVയുടെ കവിതകൾ കുട്ടിയടത്തി പോലുള്ള കവിതകൾ പറഞ്ഞു തരുമായിരുന്നു. അതുപോലെ ONV കവിതകളിലെ സാമൂഹിക അവബോധവും അതുപോലെ പ്രകൃതി അവബോധത്തെ കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. അന്ന് ഞാൻ സാറിനോട് പറഞ്ഞു 1980s ആരും ചിന്തിക്കാത്ത സമയത്ത് പോലും ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള ഒരു ഇഷ്യൂവിനെ കുറിച്ച് കവി കൊണ്ടുവന്നു. അതൊക്കെ സാറ് വളരെ താല്പര്യത്തോടുകൂടി കേൾക്കുകയും അതുമായിട്ട് ബാക്കി സംവദിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇന്റർവ്യൂവിന് പോലും മലയാളം അവിടെ സഹായിച്ചിട്ടുണ്ട്. സത്യമായിട്ടും തീർച്ചയായിട്ടും ആ ഒരു ഇന്ററാക്ഷൻ വളരെ ഭംഗിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മലയാളം ഓപ്ഷനിൽ എടുക്കുന്നവർക്ക്. അതൊരു അഡ്വാൻറ്റേജ് ആണ്. അർജുനോടെ നമ്മുടെ അർജുൻ ഉണ്ണികൃഷ്ണൻ ഉണ്ടല്ലോ, അന്ന് മലയാളത്തിൽ അന്ന് അർജുന 150 മാർക്കായിരുന്നു ആ വർഷം. സെക്കൻഡിന് പിറ്റേ വർഷം പേപ്പർ 1-നായിരുന്നത്. അങ്ങനെ ആ ഇന്റർവ്യൂല് കൃത്യമായിട്ട് ചോദിച്ചു, അല്ല ഒരു വൈലോപ്പിള്ളിയുടെ വൈലോപ്പിള്ളി എന്നുള്ള വരികൾ ചൊല്ലാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ പിന്നെ അർജുനോട് ചോദിച്ചു, ഈണത്തിനൊക്കെ പാടി പഠിച്ചത് ഗുണം ചെയ്തിരുന്നോ? അല്ല അങ്ങനെ നിങ്ങൾക്ക് ഗുണം ചെയ്തോ ചോദിച്ചില്ല. ബേബിയുടെ ഒരു മെസ്സേജ് വീണ്ടും എനിക്ക് മനസ്സിൽ വരുന്നുണ്ട്. എനിക്ക് ഏതാണ്
എൻ മുത്തി മുത്തിയോൾ ട്യൂൺ പറഞ്ഞു തരാമോ എന്നൊക്കെ ഇടയ്ക്ക് ചോദിച്ചാൽ ട്യൂൺ കിട്ടിയില്ല എനിക്ക്. അത് കേട്ട് 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 ടീച്ചർ പാടുന്നത് കേട്ട് 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 കാണാതെ പഠിക്കും. അപ്പൊ എഴുതാൻ പെട്ടെന്ന് ഞാൻ തന്നെ വായിച്ചോണ്ടിരുന്ന എനിക്ക് വരികൾ ഇച്ചിരി ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട് ഈണം അല്ലെ. എനിക്കൊരു പ്ലേലിസ്റ്റേ ഉണ്ടായിരുന്നു മലയാളം പോയംസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഇതിന് ഡിജിറ്റലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പോയംസും ഞാനൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിടും. എന്നിട്ട് ഞാൻ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ഞാൻ ഇത് തന്നെ കേട്ടിട്ടുണ്ട്. അപ്പം ഭൂമിക്കൊരു ചരമഗീതം കേൾക്കായിരുന്നു, പണ്ടത്തെ മേശാന്തി കേൾക്കായിരുന്നു, ചിന്താവിഷ്ടയ സീത കേൾക്കായിരുന്നു. അതിന് മുമ്പുള്ള ഒന്നുമില്ല, രാമചരിതം ഒന്നുമില്ല, കണ്ണശ്രാമായണം ഇല്ല. അതിന് ശേഷമുള്ളതൊക്കെ പിന്നെ കേട്ട് 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 നല്ല രസമായിരുന്നു പഠിക്കാൻ. അതുപോലെ മെസ്സി പാടിയിടുന്നത് കൊണ്ട് അനോട്ടേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ നല്ല എളുപ്പമുണ്ട്. കാരണം മറ്റു രാമചരിതം കണ്ടീഷനും ഒക്കെ ഇടയ്ക്ക് മാറിപ്പോകും ചില സ്റ്റാൻസേഴ്സ് ഒക്കെ. ട്യൂണ് നമ്മളതിൽ ഉണ്ടാവുമ്പോഴും അതെ, നമുക്ക് അവസാനത്തെ ആയതാണ് ട്യൂണ്. രാമചരിതം തന്നെ നമുക്ക് അക്ഷരം വെച്ച് അറിയാം. പക്ഷെ എന്നാലും നമുക്ക് എല്ലാം കൂടി വരുമ്പോ നമുക്ക് 12 കവിതയ്ക്കും 12 ട്യൂണാണ് അല്ലെ. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം അത് പിടിക്കാം. ഇത്തവണ ഔട്ട് ഓഫ് സിലബസ് ചോദ്യമാണെങ്കിൽ പോലും, കാരണം പല ആൾക്കാർക്കും അത് ഏത് രീതിയിൽ നിന്നാണെന്ന് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. പക്ഷെ നമ്മൾ കണ്ണശ്രാമായണത്തിനും രാമചരിതത്തിനും വേറെ വേറെ ട്യൂൺ ആയതുകൊണ്ട് വായിക്കുമ്പോ ട്യൂൺ കിട്ടുന്നത് വഴി അത് വലിയൊരു ഡിഫറൻസ് ഉണ്ടാക്കാൻ പേപ്പറിൽ ഹെൽപ്പ് ചെയ്യും. കാരണം ഒരു ഔട്ട് ഓഫ് സിലബസ് ചോദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യാണ് ഏത് കൃതി എന്നുള്ളത്. നോക്കുന്ന ആൾക്ക് നമ്മളെ കുറിച്ചുള്ള ഇംപ്രഷൻ മാറുകയാണ്. അതുപോലെ ഇന്റർവ്യൂവിൽ എനിക്ക് മലയാളത്തിന്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്നോട് ചോദിച്ചു മലയാളം ഒരു ക്ലാസിക്കൽ ലാംഗ്വേജ് ആയി കാണണം. എന്നോട് എന്റെ ഇന്റർവ്യൂവിൽ മുഴുവൻ ഒരു സംശയാസ്പദമായിട്ടുള്ള രീതിയിലായിരുന്നു എല്ലാ ചോദ്യം. എന്നിട്ട് എന്നോട് ചോദിച്ചു ഒരു ക്ലാസിക്കൽ ലാംഗ്വേജ് ആണെന്ന് പറയുന്നു, എത്ര വർഷം പഴക്കമുണ്ട്? നമ്മൾ ക്ലാസിക്കൽ ലാംഗ്വേജിന്റെ ആ ക്രൈറ്റീരിയയിലേക്ക് എത്താൻ നമുക്കൊരു 1500-2000 വർഷം പഴക്കം വേണമെന്ന് പറഞ്ഞു. ഏറ്റവും പഴയ ടെക്സ്റ്റ് എപ്പോഴാണ് ഉള്ളത് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അത് 12ാം നൂറ്റാണ്ടിൽ നിന്നാണ് ഉള്ളത്, രാമചരിതമാണ് ഉള്ളത്. അപ്പൊ ഇത്ര വർഷമായിട്ടല്ലേ ഉള്ളൂ, അപ്പൊ അതിനെ ഇങ്ങനെയാ ക്ലാസിക്കലായിട്ട് കൺസിഡർ ചെയ്യാന്നത് വളരെ ഒരു ഡൗട്ട് വെച്ചിട്ട് എന്നോട് ചോദിച്ചു. രേഖകളൊക്കെ അപ്പൊ ഞാൻ അതിങ്ങനെ കുറച്ച് പറഞ്ഞു. എന്താ സംഘം സമയം തൊട്ടിട്ടേ നമുക്ക് കൃതികളുണ്ട്, പക്ഷെ അതൊക്കെ മലയാളം ലിപിയിലല്ല, തമിഴ് ലിപിയിലാണുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞു 12ാം നൂറ്റാണ്ടില് പക്ഷെ ആ ടെക്സ്റ്റ് കണ്ടാൽ അറിയാം ഇത് ആദ്യത്തെ ടെക്സ്റ്റ് അല്ല. അപ്പൊ അത് കേട്ടത് ആ സാർ ചിരിച്ചു. ഞാൻ മലയാളം എടുക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പൊതുവെ നമ്മുടെ ഈ ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്ക് മലയാളം ഇപ്പൊ കുറച്ച് വർഷമായിട്ട് അങ്ങനെ നല്ലതല്ല, അല്ലെങ്കിൽ മലയാളം എടുത്ത് നല്ലൊരു റാങ്കിലേക്ക് വരാൻ കഴിയില്ല എന്നൊക്കെ. അപ്പോ ഇത്തവണ ഈവൻ റിസൾട്ട് വന്നു കഴിഞ്ഞ് മാർക്ക് വരുന്നതിന് മുമ്പും എന്റെ മാർക്ക് ലിസ്റ്റ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോ എന്റെ മനസ്സിലുണ്ടായിരുന്നത് ഓക്കെ മലയാളത്തിന് കുറവും ബാക്കി അങ്ങനെ ആയിരിക്കും എന്നായിരുന്നു എന്റെ ഒരു പൊതുബോധം. അപ്പൊ ചില സമയത്തൊക്കെ ഞാൻ വിചാരിക്കും അയ്യോ ചിലപ്പോ വേറെ ഇത്തവണ ജോഗ്രഫി ഒക്കെ നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്, അപ്പൊ ജോഗ്രഫി ആയിരുന്നെങ്കിൽ ഇനിയിപ്പോ മാർക്ക് മാറുമായിരുന്നു എന്നൊക്കെ വിചാരിച്ചിരുന്നു. അവസാനം മാർക്ക് വന്നപ്പോഴാണ് മലയാളമാണ് ശരിക്കും രക്ഷിച്ചതെന്ന് മനസ്സിലായത്. അത് ഒരു അന്ധവിശ്വാസം പോലെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ വിദ്യാർത്ഥികളുടെ ഇടയിലുണ്ടെന്ന് ഞങ്ങൾ പലപ്പോഴും ഇടപെടുന്നത് ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മലയാളം ഒരു സ്കോറിംഗ് സബ്ജക്റ്റ് അല്ല. ഒരു 3-4 വർഷമായിട്ട് ശരിയാണ് നമ്മൾ ഡാറ്റ പരിശോധിക്കുമ്പോൾ സാധ്യതകളുണ്ട്. പക്ഷെ നമ്മൾ ഈ 1-2 റാങ്കുകൾ വെച്ച് പരിശോധിച്ചിട്ട് പിന്നെ നമ്മൾ നോക്കുമ്പോൾ എല്ലാം സെയിം ആണ്. കഴിഞ്ഞ വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ വർഷം 300 മുകളിൽ അല്ലെങ്കിൽ ഒരു ടോപ്പ് റാങ്കിൽ എത്തിയ ആളുടെ ഓപ്ഷണൽ മാർക്ക് 300 മുകളിലാണ്. അപ്പൊ പിന്നെ 300 എന്ന് പറയുന്ന മാജിക് നമ്പർ അച്ചീവ് ചെയ്യാനുള്ള നെട്ടോട്ടമാണ്. ഇങ്ങനെ നെട്ടോട്ടം അവിടെ ചെല്ലും. ചിലപ്പം എന്നാൽ ആ 1-2 പേർക്ക് ഒഴികെ ബാക്കി ആവറേജ് നിലവാരം എപ്പോഴും മലയാളവും എല്ലാം പെടുന്നു. പക്ഷെ പൊതുബോധം എന്താണ്, മലയാളം എടുത്താൽ മാർക്ക് കിട്ടില്ല. അത് റാങ്ക് മാത്രം നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. കാരണം ഓരോരുത്തരുടെ റാങ്ക് പല പല ഫാക്ടേഴ്സിൽ ഡിപ്പെൻഡഡ് ആയിരിക്കും. അവരുടെ ഇന്റർവ്യൂ മാർക്ക് ഉണ്ടാവും, GS-ന്റെ മാർക്ക്. മലയാളം നന്നായിട്ട് സ്കോർ ചെയ്യുന്ന ആൾക്ക് ചിലപ്പോൾ GS-ൽ കുറഞ്ഞേക്കാം. അപ്പോ ആൾക്കാർ കുറച്ചും കൂടെ ഇൻഫർമേറ്റീവ് ആയിട്ട് ഓപ്ഷനിൽ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. മാത്രമല്ല കുട്ടികൾക്ക് ഏറ്റവും കൂടുതലുള്ളൊരു വേവലാതിയാണ് ഇത് ഓവർലാപ്പിംഗ് അല്ല എന്നുള്ളത്. പക്ഷെ ഇതിന് അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ ഞാൻ മലയാളം അത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് പഠിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ മെയിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഈ പ്രിലിംസ് ക്ലിയർ ചെയ്ത് മെയിൻസ് എഴുതുന്ന ആ ഒരു ടൈം കൊണ്ടാണ് മലയാളം മൊത്തം കവർ ചെയ്യുന്നത്. അപ്പൊ ഈ സിലബസ് ചെറുതാണ് അല്ലെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നതാണെന്ന് ആരും ചിന്തിക്കുന്നില്ല. ഓവർലാപ്പിംഗ് അല്ല എന്നിങ്ങനെ പറഞ്ഞ് ആ ഒരു വേവലാതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. മാത്രമല്ല ഈ ഒരു സ്ട്രെസ് റിലീഫ് എന്നുള്ളത് വലിയൊരു കാര്യം കൂടിയാണ്. നമ്മള് കുറെ കാര്യങ്ങൾ പഠിക്കുന്നു, ഗവർണൻസ് പഠിക്കുന്നു, ഇന്റർനാഷണൽ റിലേഷൻസ് പഠിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കവിത കേൾക്കുമ്പോഴുള്ള ആ ഒരു സമാധാനം പോലും അതാരും കൺസിഡർ ചെയ്യാറില്ല. പൊതുവില് ഈ ഓപ്ഷനിൽ പഠിച്ച് തീർത്തു വെക്കാം. ഒരു 3-3.5 മാസം കൊണ്ട് ഓപ്ഷനിൽ തീരും. നമ്മുടെ അടുത്ത് അഡ്മിഷൻ എടുക്കാൻ ചോദിക്കുന്ന പല കുട്ടികളും എന്ന് തീരും സാർ
നമ്മളാണെങ്കിൽ തീർക്കില്ല, നമ്മൾ അങ്ങനെ നമ്മൾ അങ്ങനെ ഒരു കട്ട് ഓഫ് ഡേറ്റ് ഇട്ടിട്ടൊന്നും ക്ലാസ് തീർക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ രണ്ടുപേരും വിശ്വസിക്കുന്നില്ല. നമ്മുടെ എക്സ്പീരിയൻസ് അങ്ങനെയല്ല. നമ്മൾ പക്ഷെ എന്താണ്, നമുക്കിപ്പം ഞങ്ങൾ ആ പറയുന്നത് ഒരു 1.5 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യാൻ മതി. ഞാൻ എപ്പോഴും ആദർശനോടൊക്കെ പറഞ്ഞു, എല്ലാവരും പറയാറുണ്ട്, ഒരു 2 മണിക്കൂറോ 1.5 മണിക്കൂറോ മലയാളത്തിന് മാറ്റി വെച്ചു, ബാക്കി നിങ്ങൾ GS പഠിച്ചു. ഒന്നാം ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ടോപ്പിക്ക് മുഴുവൻ കവർ ചെയ്ത് ഇത് എന്താണെന്ന് മനസ്സിലാക്കുക. ആ 1.5 മണിക്കൂർ നിങ്ങൾ മെനക്കെടുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സമയമുണ്ട്. പലപ്പോഴും ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ കുട്ടികളുടെ ഇടയിലുണ്ട്. ഇതൊരു എന്താണ് ഓവർലാപ്പിംഗ് സബ്ജക്റ്റ് അല്ല, മറ്റൊന്ന് ഇത് എന്താണ് തീർത്ത് മാറ്റി വെക്കാവുന്ന ഒരു സാധനമാണ്. എപ്പോഴും ഈ കഴിഞ്ഞ ദിവസം വിളിച്ച ഒരാളും കൂടെ ചോദിച്ചു എന്ന് തീരും. നമ്മളാണെങ്കിൽ തീരും എന്നൊരു കട്ട് ഓഫ് ഡേറ്റ് നമുക്ക് പറയാനും പറ്റില്ല. ഇത് പഠിപ്പിക്കുമ്പോൾ വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്നതിന്റെ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നുന്നു അത് അവർക്ക് മറ്റെവിടൊന്നും അങ്ങനെ കണ്ടു കാണില്ല, അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവർക്ക് അങ്ങനെ തോന്നുന്നത്. കാരണം ഇവിടെ നമ്മൾ വരുമ്പോൾ ഒരു ബ്രീഫ് പീരീഡിൽ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഇതേ കാര്യങ്ങൾ തന്നെ രണ്ടാമത് എടുക്കുക. സാർ എടുക്കുമ്പോൾ അതിന് അപ്ഡേഷൻസ് പറഞ്ഞുതരാം. കാരണം കഴിഞ്ഞ വർഷം പഠിപ്പിച്ച പോലെയല്ലല്ലോ സാർ ഇത്തവണ ഇന്ത്യയിലേക്ക് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതിന് ഈ വർഷത്തെ പുതിയതായിട്ടുള്ള കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്യുന്നു. മിസ്സും അതുപോലെ ഒരു കുരുക്ഷേത്രത്തിനൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ വർഷത്തിൽ ഈ വർഷത്തേക്ക് എത്തിയപ്പോൾ കുറെ അധികം പോയിന്റ്സ് പുതുതായിട്ടുണ്ട്. മാറ്റങ്ങളിലൂടെ നമ്മൾ അങ്ങനെ ആൻസർ ഇംപ്രൂവ് ചെയ്യാനുള്ള അത് നിങ്ങൾ രണ്ടുപേരും എടുക്കുന്ന എഫേർട്ട് എനിക്ക് തോന്നുന്നു അത് കുട്ടികൾക്ക് അറിയുന്നില്ല. മേ ബി അവർക്ക് മറ്റുള്ള സ്ഥലത്ത് നിന്ന് അങ്ങനെ ഒരു അപ്രോച്ച് ഉണ്ടായിരിക്കില്ല. ഇവിടെ നമുക്ക് മെയിൻസിന്റെ ആ സമയത്ത് പോലും നമ്മൾ കുറെ പുതിയ വാല്യൂ അഡീഷൻസ് പഠിക്കുന്നുണ്ട്. സ്റ്റേജസ് കൂടെ നോക്കിയാലേ നമ്മൾ ആദ്യം ഫസ്റ്റ് സിലബസ് പരിചയപ്പെടുന്നു, അത്യാവശ്യം ആൻസർ റൈറ്റിംഗ് ആയിട്ട് പോകുന്നു. പിന്നീടുള്ള മെയിൻസ് അപ്ഡേഷൻ ക്ലാസ്സസ് വിത്ത് ടെസ്റ്റ് സീരീസ് ആണ്. അതാണ് ഇത്രയും വർഷം അങ്ങനെ തന്നെയാണ് പോയത്. അത് തന്നെയായിരിക്കാം ഒരുപക്ഷെ നല്ല വിജയത്തിലേക്ക് എത്തിച്ചതും. ആ അപ്ഡേഷൻ ക്ലാസ്സുകൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടത്? അത് മെയിൻസിന്റെ സമയത്ത് നമ്മൾ മാത്രം അങ്ങനെ ഒരു കമ്പൈൻ സ്റ്റഡിയുടെ രീതിക്ക് നമ്മൾ ഒരുമിച്ചിരിക്കുന്നുള്ളൂ അല്ലേ? നമ്മൾ കൂടെ ഉണ്ട്. പക്ഷെ അതെങ്ങനെയായിരുന്നു? കാരണം ആ ഒരു പീരീഡില് ഇപ്പൊ നമ്മുടെ കവിതയാവട്ടെ ഇൻക്ലൂഡിങ് നോവലുകൾ സാറ് മുഴുവനും വായിച്ചു തരാന്നുള്ളത്, പിന്നെ അത് ഞങ്ങൾ വേറെ ചെയ്യേണ്ടില്ല എന്നുള്ളത് അതൊരു വലിയൊരു റിലീഫാണ്. കാരണം നമ്മൾ മുന്നേ എപ്പോഴും വായിച്ച ചെമ്മീന്റെ ആൻസർ ഇപ്പൊ എഴുതല്ലോ. ഇപ്പൊ വീണ്ടും സാറ് മുഴുവൻ അത് സാറ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മുഴുവനും അതേ സംഭാഷണമൊക്കെ അതേ സൗണ്ട് ഒക്കെ മാറ്റി അത് അങ്ങനെ ആനിമേറ്റഡ് ആയിട്ട് തന്നെയാണ് ഓരോ ടെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വേറെ ചെയ്യേണ്ടില്ല എന്നുള്ളത് ഒന്നാണെങ്കിലും പാടി അങ്ങനെ ധൃതിപ്പെട്ടിട്ടൊന്നല്ല തീരുന്നുണ്ട്. അതെ, അതാണ് പലപ്പോഴും എന്നോട് ഈ സാറ് ഇതെങ്ങനെ സാറ് വായിച്ചെടുക്കുന്നത്, ഇത് എപ്പോ തീരാനാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എപ്പോ എല്ലാ വർഷം ചോദിക്കും, സാറേ ഇത് ഇങ്ങനെ പോയി എങ്ങനെ തീരും, എവിടെ എത്തും? പക്ഷെ നമുക്കറിയാലോ ഇത് എവിടെ നിന്ന് വരും, എവിടെ നിന്നാണ് ഇത്. ആ 4 സ്ഥലങ്ങൾ മാത്രം. ഇപ്പൊ ഇന്ത്യയിലേക്ക് പഠിക്കുമ്പോൾ ഒരു 6-7 ക്ലാസ് 8 ക്ലാസ്, ചിലപ്പോൾ മാക്സിമം 10 ക്ലാസ്. ജൂനിയേഴ്സിനൊക്കെയാണ് ഒരു 10 ക്ലാസ് വേണ്ടി വരും. ആ സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കൃത്യം ആ പേജിൽ എടുത്തിട്ട് ഈ പേജിൽ ഇന്നത് വരും. ഇങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ട് നമ്മൾ തന്നെ വെച്ചിട്ടുണ്ട്. ടീച്ചർ സാറും എടുക്കുമ്പോ ഒരു വിശ്വാസമാണ്. അപ്പൊ വിശ്വാസത്തിന്റെ പുറത്ത് അവിടെ വന്നിരിക്കും. ലക്ഷ്മി പറഞ്ഞ പോലെ നമുക്ക് വേറൊരു സൈഡിൽ നിന്ന് എഫേർട്ട് ഇടണ്ട്. ഈ ക്ലാസ്സിൽ ഇരുന്ന് നോട്ട് എഴുതി. അപ്പൊ എനിക്കുണ്ടായിരുന്ന നോട്ട് ഭയങ്കര കണ്ടന്റ് റിച്ച് ആയി ഈ മീൻസ് അപ്ഡേഷൻ ക്ലാസ് കഴിഞ്ഞപ്പോ. അപ്പൊ വളരെ കണ്ടന്റ് റിച്ച് ആയ നോട്ട് എനിക്ക് ഒരുപാട് ചെറിയ നോട്ടുമാണ്. അപ്പൊ ഇത് കുറെ പ്രാവശ്യം റിവൈസ് ചെയ്തിട്ട് എനിക്ക് പരീക്ഷ എഴുതാനും പറ്റും. ടെസ്റ്റ് സീരീസ് ഒക്കെ കറക്റ്റ് ആയിട്ട് എല്ലാ ആഴ്ചയും നടക്കും. എന്നിട്ട് ടീച്ചർ സാർ അത് നോക്കി തരും. എനിക്കാണെങ്കിൽ ആൻസർ ഷീറ്റും കൊണ്ട് വീട്ടിൽ അന്ന് രാത്രി കൊണ്ടു തന്നിട്ടുണ്ട്. സാർ കറക്റ്റ് ചെയ്തിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആൻസർ റൈറ്റിംഗ് പ്രോസസ് ഉണ്ടായിരുന്നല്ലോ. നമ്മൾ ഇപ്പൊ ഒരു യൂണിറ്റ് ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നുണ്ട് ഒരു മണിക്കൂറെങ്കിലും മിനിമം നമ്മൾ ഒരു യൂണിറ്റ് ടെസ്റ്റിന് ഇരുന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മിനിമം ചിലർക്ക് 4 മണിക്കൂർ 3 മണിക്കൂർ പോയിട്ടുണ്ട്. എങ്കിലും ഇല്ലേ ആദർശിനെ നമ്മള് എന്താണ് 1 മണിക്കൂർ. പക്ഷെ ഒരു വ്യത്യാസം വരട്ടെ. കാരണം നമ്മൾ 1 മണിക്കൂർ ഇരുന്നാൽ പിറ്റേ ടെസ്റ്റിൽ അത് പ്രതിഫലിക്കുന്നു. അത് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നന്ദന ഒരു പ്രാവശ്യം ഇന്ദുലേഖയുടെ തോന്നുന്നു യൂണിറ്റ് എഴുതിക്കൊണ്ട് നമ്മൾ ജാതകത്തിൽ ഇരുന്നത് വാലിയത് ഞാൻ നന്ദന ഈ രീതി അല്ല ഈ രീതിയിലല്ല നമുക്ക് വേണ്ടത്. അപ്പൊ സാറേ എങ്ങനെയാണ്? അപ്പൊ ഞാനിങ്ങനെ ആ പേപ്പറിൽ തന്നെ എവിടേക്ക് കുറിച്ച് നന്ദന നോട്ടൊക്കെ എഴുതിയിട്ടുള്ളത്. പിറ്റേ പ്രാവശ്യം നന്ദന എന്ത് ചെയ്തു, കറക്റ്റ് ആയിട്ട് അത് അതേ രീതിയിൽ എഴുതിക്കൊണ്ടു. നിങ്ങൾ എല്ലാവരും അത് തന്നെ. ആ ഗ്രാജുവലി ഉള്ള ഒരു മാറ്റം ഭയങ്കര പ്രധാനമാണ്. എന്റെ ആൻസർ റൈറ്റിങ്ങിനെ കുറിച്ച് പറയേണ്ടത്, ഞാൻ പ്രിലിംസ് കഴിഞ്ഞിട്ട് ആ ആഴ്ചയാണ് മാമിന് ആദ്യമായിട്ട് അനോട്ടേഷൻ അയക്കുന്നത്. അപ്പൊ അത് മുഴുവൻ എന്താ പറയാ ഫുൾ മിക്സ് ആയിട്ടുള്ള, അതായത് തിരുത്തി കൊടുത്തിട്ട് പിന്നെ കുറച്ച് മെസ്സേജ് മാമി എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല, ഒന്നുകൂടെ വായിച്ചിട്ട് ഇൻട്രോ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല.
ഇൻട്രോ മാത്രമല്ല ആൻസർ റൈറ്റിംഗ് സ്ട്രക്ചർ മൊത്തത്തില് തെറ്റായിരുന്നു. കാരണം നമ്മുടെ അനോട്ടേഷനിലെ 3 പാർട്സ് ഞാൻ മിക്സ് ചെയ്തായിരുന്നു. അതെ, മിക്സ് ചെയ്തായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. കാരണം ഞാൻ കുറെ തെറ്റ് എഴുതി പഠിച്ചു. അപ്പൊ എനിക്ക് ആ തെറ്റ് മറന്ന് വീണ്ടും ഒരു റീലേൺ ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ 1 മാസത്തോളം ടീച്ചർ എനിക്ക് എല്ലാ ദിവസവും ആൻസർ എഴുതി നോക്കി തന്നു. ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോഴാണ് എന്റെ ആൻസറിന്റെ 3 പാർട്സും 3 ആവാൻ തുടങ്ങിയത്. 1 മാസം കഴിഞ്ഞ് ജൂലൈ പകുതിയൊക്കെ ആയതിനു ശേഷമാണ്. എനിക്കതുപോലെ തോന്നിയിട്ടുള്ളത് മിസ് സാറും നമുക്ക് മാർക്കല്ല ഗ്രേഡ് അല്ലേ തരാറ്. അപ്പൊ നമ്മുടെ ആ ഇമ്പ്രൂവ്മെന്റ്, ആ ഒരു ഗ്രേഡ് മാറുന്നത് കാണുമ്പോ ആ ഒരു എന്താ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെന്നൊരു വിശ്വാസമാണ്. മാർക്ക് തരുമ്പോ അത് ഭയങ്കര സബ്ജക്റ്റീവ് ആയിരിക്കും. ഇപ്പൊ UPSC തിരുത്തുന്നത് അങ്ങനെ ആയിരിക്കില്ല. പക്ഷെ നമ്മുടെ ഒരു മാറ്റം മനസ്സിലാക്കാൻ ആ ഒരു ഗ്രേഡിംഗ് സംവിധാനം വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ആദ്യം അർജുൻ ഉണ്ണികൃഷ്ണനാണ് നമ്മുടെ അടുത്ത് റാങ്ക് കിട്ടുന്നത്. അപ്പൊ അർജുൻ ഉണ്ണികൃഷ്ണന്റെ മാർക്ക് ഇടുമ്പോൾ അപ്പൊ അന്ന് അരവിന്ദും സരിതയോടും ഞാൻ ചോദിക്കും, സരിത എങ്ങനെയാണ് മാർക്ക് ഇടേണ്ടത്? 10 മാർക്കിന് ഒരു 5.5. അപ്പൊ പറയും, സാറേ മാക്സിമം 5.5 കൊടുക്കാവുള്ളൂ, അതിൽ കൂടുതൽ UPSC ഒരിക്കലും കൊടുക്കില്ല. പക്ഷെ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന ക്വസ്റ്റിനുള്ള ആൻസറിങ് വരുമ്പോൾ നമുക്ക് മാർക്ക് ഇടാതിരിക്കാനും പറ്റില്ല. മനസ്സിലായി? അപ്പൊ ഞാൻ 6, 6.5, 13 മാർക്കൊക്കെ മറ്റേ 20ന്റെ ഇടും, 13, 14 ഇടും. അപ്പൊ ഇട്ട് കഴിഞ്ഞിട്ട് അപ്പം പേടിയാ നമ്മൾ ഓവർ മാർക്ക് ഇട്ടോ. പക്ഷെ ആ പ്രാവശ്യം മാർക്ക് വന്നപ്പം ഏതാണ്ട് നമ്മളിട്ട മാർക്കിന്റെ ഒരു ലെവല് തന്നെ UPSCയിൽ കിട്ടി തുടങ്ങി. അപ്പൊ നമുക്ക് മനസ്സിലായി സംഗതി എന്താണ്. നമ്മൾ എഴുതിയ മാർക്ക് കിട്ടും. എന്റെ മാർക്കിന്റെ കാര്യത്തിലും കറക്റ്റാണ്. അവസാനത്തെ ഫുൾ ടെസ്റ്റിന് ടീച്ചർ ഇട്ടിട്ട് നല്ലതായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. പക്ഷെ അതിന് ഒരാഴ്ച മുമ്പ് ഞാൻ ഒരു ഓപ്പൺ മോക്ക് എഴുതി, എനിക്ക് 210 മാർക്കാണ്. കറക്റ്റ് ആൻസർ ആണ് പറയുന്നത്. അതിന് മുമ്പ് ഞാൻ വേറെ ക്ലാസ് വെച്ചിട്ട് ആൻസർ എഴുതിച്ച സമയത്ത് 2022 ഈ സമയത്ത് ഞാൻ അടിയിൽ സെന്റൻസ് ചെയ്തിട്ടുണ്ട്. ഉത്തരങ്ങൾ പൊതുവെ നന്നായിട്ടുണ്ട്. അപ്പൊ അന്ന് മുതൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഓക്കെ ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാന്നുള്ളതല്ല, ഓരോരുത്തരും ആദർശിന്റെ, യോഗയുടെ, ലക്ഷ്മിപ്രിയയുടെ, ഗംഗ കുറച്ച് ഉത്തരങ്ങൾ എഴുതിയിട്ടുള്ളൂ. എങ്കിൽ പോലും കേസാണ്. അതായിരിക്കട്ടെ, നമുക്ക് വ്യക്തവും ശക്തമായ ധാരണയാണ്. അന്ന് തന്നെ ടീച്ചർ പറഞ്ഞു ഏറ്റവും നല്ല ആൻസർ പെരുത്തച്ചിരി അവസാനം വന്ന ഗംഗയാണ് അടിച്ചേക്കണേന്ന് പറഞ്ഞു. അടിപൊളിയാണെന്ന് പറഞ്ഞു. നമ്മുടെ കൂടെ നമുക്കറിയാലോ, ഓരോരുത്തർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അറിയില്ല, അത് കറക്റ്റ് ആണ്. അപ്പൊ അത് തെറ്റിയിട്ടില്ല. ഗംഗയുടെ മലയാളം എനിക്കൊരു അത്ഭുതമായിരുന്നു. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ചിന്താവിഷ്ടയ സീതയുടെ ക്ലാസ്സിലിരുന്ന് ടീച്ചർ പറയുമ്പോൾ ഗംഗ മറ്റേ 200 പേജ് മറിച്ചിട്ട് ഇത്രയുണ്ടോ ടീച്ചർ എന്ന് ചോദിക്കുന്നത്. അവസാനമായിട്ട് എന്തുകൊണ്ട് ജാലകം? എന്തുകൊണ്ടാണ് ഞങ്ങൾ സർ എന്തുകൊണ്ട് ജാലകം എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഞാനിന്ന് ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് മെയിൻസിന്റെ ടൈമിൽ പ്രിലിംസ് ക്ലിയർ ആവുന്നു, പക്ഷെ മലയാളം അങ്ങനെ പഠിച്ചിട്ടില്ല. അപ്പൊ ഞാനങ്ങനെ ഒരു ചക്രവാഹ ചുഴിയിൽ ഇങ്ങനെ കിടന്ന് കറങ്ങും. ഒരാഴ്ച കഴിഞ്ഞു, എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല, ഞാൻ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുകയാണ്. അപ്പോ ബുക്സ് ഒക്കെ കളക്ട് ചെയ്ത് ഇങ്ങനെ വെച്ച് ഇരിക്കുന്നു. ചെമ്മീൻ ഇരിക്കുന്നു, ഖസാക്കിന്റെ ഇതിഹാസം ഇരിക്കുന്നു, ഇന്ത്യയിലേക്ക് അതിരും കട്ടിയുണ്ട്. ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഞാൻ ഇതിനൊക്കെ നോക്കിയിരിക്കുന്നു. സീതയാണെങ്കിൽ ടീച്ചർ പറഞ്ഞ പോലെ എത്രയോ പേജുകളാണ് കിടക്കണേ. അപ്പോ ഇതൊക്കെ ഞാൻ എങ്ങനെ പഠിക്കുന്നു, ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് ജാലകത്തെ കുറിച്ച് അറിയുന്നു, ഞാൻ അവിടെ വരുന്നതും. അപ്പൊ അന്ന് ടീച്ചറെ കണ്ടിട്ട് ഞാൻ ഈ അവസ്ഥ പറയാണ്. ടീച്ചർ പറയുന്ന ആദ്യത്തെ ഒരു ഡയലോഗാണ്, ധൈര്യമായിട്ടിരിക്കും, ഞങ്ങളുണ്ട് കൂടെയെന്ന്. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ പിന്നെ മുന്നോട്ട് നീങ്ങിയത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 4 ദിവസം GS കഴിഞ്ഞിട്ട് നമ്മുടെ ഓപ്ഷന്റെ ആ ടൈമിലാണ് നക്ഷത്രങ്ങളുടെ സ്നേഹഭാചന സാറ് വീട്ടിൽ വിളിച്ചു പറഞ്ഞു തരുന്നത്. അത് കണ്ണീരിങ്ങിനാവും. ഞാൻ ആ ക്ലാസ്സില് മുമ്പത്തെ ക്ലാസ് കേൾക്കാത്തതിന്റെ കണ്ണീരിങ്ങിനാവും. ഇതും ആ അറിവ് വെച്ചിട്ടാണ് ഉത്തരം എഴുതുന്നത്. അപ്പൊ അതുപോലെ ടീച്ചറും സാറും നൽകിയ ആ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ആ സപ്പോർട്ട് എനിക്ക് തോന്നുന്നില്ല വേറെ എവിടെ നിന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. അതുപോലെ 3 മാസം കൊണ്ട് മലയാളം പഠിച്ച് അതിനെ ഒരു വശത്താക്കാൻ പറ്റിയതും സാറും ടീച്ചറും മാത്രം ഹെൽപ്പ് കൊണ്ടാണ്. പിന്നെ മാനസികമായിട്ട് GS തളരുമ്പോ പോലും ടീച്ചറുടെ അടുത്ത് വന്നിരുന്നു, സാറിന്റെ അടുത്ത് വന്നിരുന്നു, ഞാൻ കുറെ വിഷമം പറയും. അപ്പൊ നൽകുന്ന ആ ഒരു സപ്പോർട്ട് നമുക്ക് വലിയൊരു ധൈര്യമായിരുന്നു. അതേപോലെ എന്തുകൊണ്ട് ജാലകം എന്നതുപോലെ തന്നെ എന്താണ് ജാലകത്തെ വ്യത്യസ്തമാക്കുന്നത്, അതെനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ മെയിൻസിന്റെ സമയത്താണ്. അപ്പൊ ഈ മെയിൻസിന്റെ അപ്ഡേഷൻ ക്ലാസ്സും റിവിഷൻ ക്ലാസ്സും ഒക്കെ ഉണ്ടല്ലോ. ഞാനിങ്ങനെ റീഡിംഗ് റൂമിൽ നിന്ന് ഉച്ചയ്ക്ക് ക്ലാസ്സിന് വരും. അപ്പം ബാക്കി മെയിൻസിന് കൂടെ ഉള്ള കൂട്ടുകാർ ചോദിക്കും, നീ ഇതെവിടെ പോവുകയാണ്? ഞാൻ പറയും ക്ലാസ്സിന്. അപ്പൊ ഇതെവിടെയാ നിങ്ങൾക്ക് മെയിൻസിന് ക്ലാസ് എടുത്ത് തരുന്നത് ഈ സമയത്ത്? ബാക്കി എല്ലാവർക്കും ടെസ്റ്റ് സീരീസും ഡിസ്കഷനും മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്തിങ്ങനെ ഉച്ചയ്ക്ക് ക്ലാസ്സിന് വരുമ്പോ എല്ലാവർക്കും ഇതെവിടെയാ ക്ലാസ് എടുക്കുന്നത്? അവർക്കൊരു അത്ഭുതമാണ് ഇങ്ങനെ ഈ സമയത്തും ഈ ഒരു ചുരുങ്ങിയ സമയത്തും ക്ലാസ് എടുക്കാനും ആ ഒരു സമയം കണ്ടെത്തുന്നു എന്നുള്ളത്.
അപ്പൊ ഇത് തന്നെയാണ് ജാതകത്തെ വ്യത്യസ്തമാക്കുന്നത്. ആ ഒരു ഫുൾ സപ്പോർട്ട്, എല്ലാ ഘട്ടത്തിലുള്ള ഒരു സപ്പോർട്ട് തന്നെയാണ് എന്തുകൊണ്ട് ജാതകം എന്ന് അതിനുള്ള എന്റെ ഉത്തരം. എനിക്ക് തോന്നിയിട്ടുള്ളത് ജാലകത്തിലൊരു യുദ്ധമാണ്. 2 മണി തൊട്ട് ഉച്ചയ്ക്ക് 2 മണി തൊട്ട് 4 മണി വരെ ക്ലാസ്സുകൾ, അത് കഴിഞ്ഞ് പിന്നെ ചർച്ചകള്, കാര്യങ്ങള് 1-on-1 കൊടുക്കുന്നു, മെന്റർഷിപ്പ് കൊടുക്കുന്നു. ഇത് കഴിഞ്ഞ് രാത്രി 9 തൊട്ട് 10 വരെ വീണ്ടും ക്ലാസ്സുകൾ. ടീച്ചർക്കും സാറിനും വരെ ഒരു വിശ്രമമില്ല. നമ്മളും ഒരുപോലെ അതില് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ മെയിൻസിന് എന്തുമാത്രം കഷ്ടപ്പെടുന്നു അതുപോലെ ടീച്ചർ സാറും കഷ്ടപ്പെടുന്ന കണ്ടിട്ടുണ്ട്. ഈ വർഷമല്ല, ടീച്ചർ അറിയുന്ന ആ വർഷം തൊട്ട് 2023 തൊട്ട് ടീച്ചറിന്റെ സാറിന്റെ കഷ്ടപ്പാട് കാണുന്നതാണ്. അപ്പൊ പല കാര്യങ്ങളും നിങ്ങൾ മെയിൻസിന് വേണ്ടി മാറ്റി വെക്കും. എന്നിട്ട് ട്രിപ്പ് പോകണമൊക്കെ മെയിൻസ് കഴിഞ്ഞിട്ട് ടീച്ചർ സാർ റെസ്റ്റ് എടുക്കും. ഓണം പോലും അല്ലെ, ഓണം ഇല്ല. പിന്നെ അതുപോലെ എനിക്ക് ഓർക്കാനുള്ള കാര്യം, ടീച്ചർക്ക് ആദ്യം നോട്ട്സ് അയക്കുമ്പം സരിത എം എന്ന് നോട്ട്സ് കണ്ടിട്ടുണ്ട്, പിന്നെ സരിത മാഷ്വൽ എന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് അന്ന് മാഷ്വൽ സാറിനെ അറിയില്ല, എനിക്ക് അരവിന്ദ് സാറിനെ അറിയുള്ളൂ. അപ്പൊ ഞാൻ ഓർത്തപ്പം മാഷ്വൽ സാറ് ഞാൻ പേരിങ്ങനെ കേട്ടിട്ടുണ്ട്. പിന്നെയാണ് അറിഞ്ഞത് ടീച്ചറും സാറും ഭാര്യ ഭർത്താക്കളും. അപ്പൊ ടീച്ചറിന്റെ പേരിൽ എം മാഷ്വൽ സാറാണോ? അച്ഛന്റെ പേരാണ്. നമ്മളങ്ങനെ ഒരു മാറ്റിയിട്ടില്ല. നമ്മൾ അതിൽ സ്വാതന്ത്ര്യമുണ്ട്. നമ്മളെ പേരൊന്നും മാറ്റിയിട്ടില്ല. സരിതായും മുരളീധരൻ മാഷ്വൽ മാഷിൽ നമ്മൾ വാക്കുമാർക്കിലിടും. അതെ അതെ, അതെന്റെ കമ്പനിയാണല്ലോ. എനിക്ക് തോന്നിയിട്ടുള്ളത് ജാതകത്തിന്റെ ഏറ്റവും വ്യത്യസ്തമാക്കുന്നത് മിസ്സിന്റെ സാറിന്റെ ഒരു കോംബോ ആണ്. അതൊരു പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെയല്ല. നമുക്കിപ്പം മിസ് എടുക്കുന്ന ഒരു ടോപ്പിക് സാർ എടുക്കുന്നത്, അത് രണ്ടിനും ഈക്വൽ പ്രാധാന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാറിന്റെ ക്ലാസ് ഭയങ്കര ജോളി ആയിട്ട് ശരിയാവില്ല അത്രയുള്ള ടോപ്പിക്സ്. പക്ഷെ മിസ്സിന്റെ ആണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഒരു പേപ്പർ 1 ഒക്കെ മിസ്സിന്റെ ആ ഒരു സീരിയസ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അത് ഒരു വല്ലാത്തൊരു ബാലൻസ് അവിടെ വരുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. അതിനെക്കാട്ടി എനിക്ക് ഒരു പേഴ്സണലായിട്ട് എനിക്കൊരു മെമ്മറി ഓർമ്മയുള്ളത്, ഞാൻ കഴിഞ്ഞ മെയിൻസിന്റെ സമയത്ത് എപ്പോഴും ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴും വരുന്നത് മിസ്സിന്റെ സാറിന്റെ അടുത്താണ്. അവിടെ വന്നു കഴിഞ്ഞാൽ എന്തോ ഒരു സമാധാനമാണ്. എനിക്ക് എന്നിട്ട് ഒരു ദിവസം രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ 3 മണിക്ക് മിസ്സിന് മെസ്സേജ് അയച്ചിട്ട് 3 മണിക്ക് മെസ്സേജ് അയച്ച് ഞാൻ കിടന്നുറങ്ങി. മിസ് 5 മണി മുതൽ എനിക്ക് കോൾ ചെയ്യുന്നുണ്ട്, ഞാൻ എടുക്കുന്നില്ല. ഇടയ്ക്ക് മിസ് വന്ന് വീട്ടിൽ വന്ന് നോക്കി, കാരണം ഞാൻ മിസ്സിന്റെ തൊട്ടടുത്ത വീട്ടിലായിരുന്നു. അവിടെ വന്ന് നോക്കി പോകുന്നു. പിന്നെ ഞാൻ 11 മണിക്ക് എഴുന്നേറ്റിട്ടാണ് നോക്കുമ്പോ നിറയെ മിസ്ഡ് കോൾ. ഇപ്പൊ നമുക്കൊരു ഫാമിലി പോലെ തന്നെയാണ്. ടീച്ചർ എന്നോട് അവിടെ വന്ന് താമസിച്ചോളം പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ ടെൻഷൻ കണ്ടിട്ട് ടീച്ചറിന്റെ വീട്ടിലൊരു മുറിയുണ്ട്, വീട്ടിൽ വന്ന് താമസിക്കാം. നമ്മുടെ വീടും എല്ലാം ഭയങ്കര ടെൻഷനായിട്ടാണ് ഗംഗ വരുന്നത്. ഗംഗന്റെ എന്റെ ഒരു ഫ്രണ്ടും കൂടെ വരുന്നു. ഭയങ്കര ടെൻഷനാണ്, മുഖത്ത് തന്നെ നമുക്ക് വായിക്കാം. അതായത് ഞാൻ ആദ്യം പറഞ്ഞു രവിയായിട്ടൊക്കെയാണ് ചിലർ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അത്ര നഷ്ടബോധം കൊണ്ട് തകർന്ന് ചിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഷോർട്ട് കട്ട്സ് വളരെ കുറവാണെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ ഷോർട്ട് കട്ടിലൂടെ അല്ല. ഇപ്പൊ പല ആൾക്കാരും മലയാളം ഓപ്ഷനിന് എന്താ പറയാ, പെട്ടെന്ന് നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് തീർക്കുക, കുറച്ച് പോയിന്റ്സ് മാത്രം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. പക്ഷെ ഇത്തവണത്തെ മലയാളം പേപ്പർ എന്ന് പറയുന്നത് വളരെ അനലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പേപ്പർ ആയിരുന്നു. പ്രത്യേകിച്ച് പേപ്പർ 1 ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ നമ്മൾ കാണാതെ പഠിച്ചെഴുതുന്നതിനേക്കാളും നമ്മൾ കുറെ ചിന്തിക്കേണ്ടതുണ്ടായിരുന്നു എക്സാം ഹാളിൽ. അപ്പൊ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഉൾപ്പെടെ കറക്റ്റ് ആയിട്ട് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ചിന്തിച്ച് ആൻസർ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വളരെ അനലിറ്റിക്കൽ ആയിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ജാലകത്തിൽ കിട്ടിയിട്ടുണ്ട്. അതും ഒരു റീസൺ ആണ് എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നുള്ള രീതിയിൽ. പേപ്പർ 1നെ പറ്റി പറയുമ്പോഴേ, പേപ്പർ 1 ഇങ്ങനെ സ്റ്റാറ്റിക് ആണ്, എന്താണ് ആർക്കും പഠിപ്പിക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെയുള്ള വാദം ഇതിനിടയ്ക്ക് ഇങ്ങനെ മുഴങ്ങി നിൽപ്പുണ്ട്. നിങ്ങൾ കാണാതെ കുറച്ച് പഠിച്ചാൽ 10 പോയിന്റ് പഠിച്ചാൽ എല്ലാം ഓക്കെയാണ്. പക്ഷെ അങ്ങനെയാണോ ശരിക്കും? ഇത്തവണത്തെ UPSC പേപ്പർ തന്നെ ആ വാദത്തിനുള്ള തിരിച്ചടിയായിരുന്നു. കാരണം ഇത്തവണത്തെ പേപ്പറിൽ അങ്ങനെ നമ്മൾ കാണാതെ പഠിച്ച് കൊണ്ടുപോയി എഴുതാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ കാണാതെ പഠിച്ച കണ്ടന്റ് ഒക്കെ കൈ വെച്ചിരുന്നിട്ട് ബാക്കി അവര് ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡെലിവറി ചെയ്യണം. അപ്പൊ അതിന് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു നോളജ് ആവശ്യമായിരുന്നു. അപ്പോ അങ്ങനെ ഞാൻ കരുതുന്നില്ല ആർക്കും പഠിപ്പിക്കാം, അങ്ങനെ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണെന്ന് ഞാൻ കരുതുന്നില്ല. വളരെ അനലിറ്റിക്കൽ ആണ്. അതിനെക്കാട്ടും വളരെ ഇന്റർകണക്റ്റഡും ആണ്. ഓരോ സിലബസിലെ ഓരോ പോയിന്റ്സും ഇന്റർകണക്റ്റഡ് ആണ്. നമുക്ക് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയുന്ന ഒരാൾക്ക് ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആൻസർ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ എഴുതാത്തവർക്ക് മാർക്കും അങ്ങനെ വരില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഡീപ്പായിട്ട് വരുന്നുണ്ട്, ചില വാദങ്ങളൊക്കെ. അപ്പൊ അത് മിസ്സും സാറും റിസർച്ച് ചെയ്ത് ഒരുപാട് നമുക്ക് നോട്ട് പ്രിപ്പയർ ചെയ്ത് തരുന്നുണ്ട്. അത് വളരെ ഉപയോഗപ്പെട്ടിട്ടുണ്ട്. ഈ മെയിൻസിനായാലും 1-2 ആൻസറുകൾ വളരെ നമുക്ക് നമ്മൾ പുറമേ പഠിക്കുന്ന കാര്യങ്ങളല്ല, കുറച്ച് ഉള്ളിൽ നിന്നുള്ളതായിരുന്നു. എന്താണെന്ന് വെച്ചാൽ പേപ്പർ 1 നിങ്ങൾക്ക് കുറേ പുതിയ ടേംസ് ഉണ്ട്. ഇപ്പം
ഖരം, അനുമാസം ഇതൊക്കെ നമ്മൾ ആദ്യം പഠിച്ച അല്ല അക്ഷരം തൊട്ടാണ് നമ്മൾ തുടങ്ങിയത്. അപ്പൊ ഇതൊക്കെ പുതുതാണ്. ഒരു 10-20 പേര് നമ്മൾ പുതുതായിട്ട് പഠിക്കാം. അപ്പൊ ഇത് കിട്ടാതെ ബാക്കിയെല്ലാം നമുക്ക് സെക്കൻഡ് അങ്ങനെയല്ല, പക്ഷെ പേപ്പർ വണ്ണിൽ കൃത്യമായിട്ട് അത് കിട്ടിയില്ല നിങ്ങൾക്ക് അറിഞ്ഞുകൂടല്ലോ, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വേണം. എനിക്ക് തോന്നുന്നു ഈ കൊല്ലത്തെ എക്സാമിന് നമ്മുടെ കൃഷ്ണഗാഥയിൽ തന്നെ ഒരുപാട് ഡെപ്തിലൊക്കെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പേപ്പർ വണ്ണ് നമ്മള് സ്റ്റാറ്റിക് പോർഷൻ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്നത്? ആ ഒരു പ്രശ്നം ബാക്കി എല്ലാവർക്കും പറ്റിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിലെ ഗ്രാമീണത, നാട്ടുഭാഷ, ഇതെല്ലാം നമുക്ക് അത് ബുക്കിലുള്ളത് മാത്രം പഠിച്ചാൽ കിട്ടില്ല. അതിന്റെ അവബോധം ആ ഡെപ്തി പഠിക്കുമ്പോഴാണ് നമുക്ക് ഇതിന് പുറമേ ഉള്ള ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത്. ആ ഒരു ക്ലാസ് എൻറിച്ച്മെന്റ് മിസ്സിന്റെ സാറിന്റെയും ആ മെയിൻ സബ്ഡേഷൻ ക്ലാസ്സിൽ നിന്നാണ് നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ളത്. കൃഷ്ണഗാഥയുടെ നോട്ട് മാം അയക്കുന്ന സമയത്ത് ഒരുപാട് നോട്ടുണ്ട് കൃഷ്ണഗാഥയ്ക്ക്. എനിക്കൊന്ന് 3 നോട്ട് ഉണ്ടെന്ന് തോന്നുന്നു മാമിന്. അപ്പൊ ആദ്യം മാം അയക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു, ഇതൊക്കെ ഇത്രയൊക്കെ വേണോ, ലൈക്ക് ഇത്രയൊക്കെ ആര് പഠിക്കും എന്ന് തോന്നിയിരുന്നു. പക്ഷെ എന്നാലും ഒരു ട്രസ്റ്റ് ആണല്ലോ, ഓക്കെ ആവശ്യമില്ലാത്തത് മാം അയക്കില്ല എന്നുള്ള രീതി ശരിയാക്കി ഇട്ടാ ഞാൻ അയക്കുന്നത്. അത് വായിക്കാനാണ് പറയാം. അപ്പൊ അത് വായിക്കാൻ നിങ്ങൾക്ക് ഒരു അവബോധം എപ്പോഴും നിങ്ങൾ വ്യക്തത, സിലബസ് പോലും നിങ്ങൾ വീണ്ടും വീണ്ടും ഇതാണ് പഠിക്കുന്നത്. പിന്നീട് പരീക്ഷയ്ക്ക് ഇരുന്നപ്പോഴാണ് വേണമായിരുന്നു മനസ്സിലാക്കുന്നത്, വായിച്ചത് നന്നായി എന്ന് തോന്നുന്നത് അപ്പോഴാണ്. പിന്നെ മാത്രല്ല നമുക്ക് മലയാളം എത്ര പഠിച്ചാലും മതിയാവില്ല. അന്ന് നന്ദന പറഞ്ഞില്ലേ, ഞാനും നന്ദന ഇരുന്ന് കരച്ചിലായിരുന്നു. ഇതിനൊരു അവസാനമില്ല, നമുക്ക് കൂടുതൽ അതിനെ മനോഹരാക്കണം, അങ്ങനെ ഒരു ചിന്തയാണ്. അതെനിക്ക് തോന്നുന്നു നന്ദനയ്ക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. മലയാളം ഈ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ഇടയിൽ ധാരാളം ഉണ്ട്. മലയാളം എടുത്തവരുണ്ട്. അവരോട് നിങ്ങൾക്ക് എന്താണ് അഡ്വൈസ് ചെയ്യാനുള്ളത് റാങ്ക് ഹോൾഡേഴ്സ് എന്ന നിലയിൽ? മലയാളം ഓപ്ഷണലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ പോലെ വളരെ ചെറിയ സിലബസ് ഉള്ള പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷണൽ തന്നെയാണ്. പക്ഷെ അതേസമയം അതിന് ആ പരീക്ഷ ഡിമാൻഡ് ചെയ്യുന്ന ഹാർഡ് വർക്ക് പുട്ട് ചെയ്ത് അതിന്റെ ആവശ്യത്തിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, തീർച്ചയായിട്ടും നിങ്ങളെ നല്ല റാങ്കിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷണൽ തന്നെയാണ് മലയാളം. മലയാളത്തിന്റെ പേരിൽ അണ്ടർ കോൺഫിഡന്റ് ആവേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പുതിയ ആസ്പിറൻസിനോട് പറയാനുള്ളത്. തന്നെയാണ് നമ്മൾ മലയാളം ഓപ്ഷണൽ എടുക്കുമ്പോൾ നമുക്ക് കുറെ അധികം സൗകര്യങ്ങളുണ്ട്. പഠിക്കാൻ ഇവിടെ നല്ല അറ്റ്മോസ്ഫിയറും നമുക്ക് അതിനുള്ള ഒരു ചുറ്റുപാടൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ ചിലപ്പോൾ അതിനൊരു ലാഘവ ബുദ്ധിയോടെ എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്, ടെസ്റ്റ് സീരീസ് കൃത്യമായിട്ട് എഴുതാതിരിക്കാൻ. പക്ഷെ ഇതൊക്കെ നമ്മൾക്ക് അൾട്ടിമേറ്റ്ലി എക്സാമിൽ ബാക്ക് ഫയർ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏതൊരു സബ്ജക്ട് പഠിക്കുന്നത്, ഇപ്പൊ നമ്മളൊരു മാത്സ് നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതൊരു ടഫ് ഓപ്ഷൻ ആണെന്ന്, അതിന് എത്രയാണോ സമയം മാറ്റിവെക്കുന്നത് അത്ര തന്നെ ഇതുപോലത്തെ ഒരു ഓപ്ഷനിലും ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവും. അതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി, ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ആണെന്നുള്ള പ്രാധാന്യം മനസ്സിലാക്കി അതിന് അർഹിക്കുന്ന ഒരു റെസ്പെക്ട് കൊടുത്ത് പഠിക്കേണ്ട സബ്ജക്റ്റാണ്. അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും നല്ല ഒരു റാങ്കിലേക്ക് തന്നെ വരാൻ പറ്റും. എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാളത്തെ ഒരു സബ്ജക്റ്റായി കാണാതെ നമ്മുടെ മഹാകവി വള്ളത്തോൾ പറഞ്ഞ പോലെ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ. ഒരു സ്വന്തം ഭാഷയാണ്. അപ്പൊ ആ ഒരു ഇഷ്ടത്തോടുകൂടി പഠിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു പ്രയാസം തോന്നില്ല. വളരെ ലാഘവത്തോടുകൂടി മലയാളം പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റാണ്. മലയാളത്തെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറ്റി ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓവർലാപ്പിംഗ് അല്ല, സ്കോറിംഗ് അല്ല, ഇങ്ങനെയുള്ള എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റിയിട്ട് മലയാളം എന്ന ആ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ഐച്ഛിക വിഷയമായിട്ട് നമ്മൾ എടുക്കുമ്പോൾ അത് ഡിമാൻഡ് ചെയ്യുന്ന ഹാർഡ് വർക്ക് നമ്മൾ കൊടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് മലയാളം തിരിച്ചു തരും. അതുപോലെ ഒരു കാര്യം, നമുക്ക് ഇന്ന് നമ്മുടെ നാട്ടിൽ മലയാളത്തിന് നല്ലൊരു ലേണിംഗ് എക്കോസിസ്റ്റം അവൈലബിൾ ആണ്. അപ്പൊ അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു ഓപ്ഷനിലാണ് മലയാളം. എന്തുകൊണ്ട് നല്ലൊരു സബ്ജക്റ്റ് ആണ് മലയാളം. കുറിപ്പ് പറഞ്ഞതുപോലെ എത്ര യാദൃച്ഛികം നമ്മളെല്ലാം ഒന്നിച്ചു വന്നതും വേർപിരിയുന്നതും. ഇത് നല്ലൊരു വേർപിരിയലാണ്. വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് നിങ്ങളെ യാത്രയാക്കുന്നത്. എന്നാലും ഞങ്ങളുടെ രണ്ടുപേരുടെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളാണ്. ആ ഒരു സ്നേഹം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അത് ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ ക്ലാസ്സിലെടുക്കുന്ന സമയത്താണെങ്കിലൊക്കെ നിങ്ങളോട് അത്രയും, അത് മലയാളത്തിന്റെ മറ്റൊരു ഗുണം കൂടിയാണ് കേട്ടോ. നിങ്ങളെ കുറച്ചും കൂടി ചേർത്ത് നിർത്തി പഠിപ്പിക്കാൻ നമുക്ക് പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സാറിന്റെ പോഷണൊക്കെ വരുന്ന അതേ ആശയം തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ആശംസകളും നേരുന്നു. പണിക്കര് പറഞ്ഞതുപോലെ നല്ല നല്ല കിനാവുകളായിട്ട്, നല്ല നല്ല കിനാവുകൾ വീണ്ടും നല്ല കുഞ്ഞുങ്ങൾ കാണുമേ മണ്ണിൽ. ഈ വരി പഠിപ്പിക്കുന്ന സമയത്തൊക്കെ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളെ ഉദ്ദേശിച്ചാണ്. അതെ, നമ്മളെയൊക്കെ മുന്നോട്ട് കടന്നു പോകുന്ന ഈ നല്ല കുഞ്ഞുങ്ങൾക്ക് നല്ല നല്ല കിനാവുകൾ കാണാനും അങ്ങനെ ഈ ലോകത്തെ സുന്ദരമാക്കാനും ഒരു നക്ഷത്രമായിട്ട് ഉദിച്ച് പ്രകാശം എടുത്താനും ഒക്കെ കഴിയട്ടെ.